സംസാരഭാവനസംജനസ്യ യച്ഛോക മോഹാമയരാഗലോഭ വൈരാജബന്ധം നോദാമിദത്തെ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തനിക്ക് മനസ്സിലായിട്ടില്ല, അതല്ലാതെ ഒട്ടേറെ സംശയങ്ങൾ, പറഞ്ഞത് ശരിയല്ല എന്ന മാതിരിയുള്ള സംശയങ്ങൾ രോഗരാജാവ് ജരായാപ്തസ്യ യഥാംഗതം സക്തിദാഗദഗ്ധസ്യ യഥാഹിമം ഭക്തിദേവായ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. രഘുഗണൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് നാം കാണുന്നത് സത്യമല്ല എന്ന് പറയുക? ഇത് സത്യം തന്നെയല്ലേ, കണ്ണുകൊണ്ട് കാണുകയല്ലേ ചെയ്യുന്നത്, അനുഭവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ രഘുഗണനെ സത്യം മനസ്സിലാക്കാനുള്ള പക്വതയില്ല. രാജാവാണെന്ന് പറഞ്ഞാലും നീ രാജാവല്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടും എന്നാൽ സത്യം പറഞ്ഞു കൊടുത്തുകൊണ്ടും വീണ്ടും ബ്രാഹ്മണൻ ഉപദേശിക്കുകയാണ്. ആദ്യം കുറച്ചൊക്കെ കുറ്റം പറഞ്ഞു, പിന്നീട് വീണ്ടും ഈ ഭവാടവി എന്ന് പറഞ്ഞാൽ ഈ ലോകം ഒരു കാടായിട്ടാണ് പറയപ്പെടുന്നത്. ഈ കാടാവുന്ന ഈ ഭൂമിയെ പറ്റിയിട്ടും അതിലുള്ള ഇതും രഘുഗണൻ എന്തൊക്കെ ചോദിച്ചുവോ ആ ചോദ്യത്തിനൊക്കെ സംശയ നിവർത്തനം ചെയ്യുകയാണ് ബ്രാഹ്മണൻ. അതത്രയോദശോധ്യായ ആയമാസാമുന്നാഹ കർണീക ഭൂതകുവലയ കമലസ്യ മൂർധനി ധാന്ത്രിഷത് സഹസ്രയോജന വികലോ മൂലേ ഷോഡസഹസ്രം താവതാ അന്തർഭൂമ്യാം പ്രവിഷ്ടാം. ഉത്തരോത്തരേണ ഇളാവൃതം നീലാഹ ശ്വേതാഹ ശൃംഗാവാനീതി ത്രയോ രമ്യക ഹിരണ്മയ കരുണാം വർഷാണാം മര്യാദാഗിരയാ പ്രഗായാദ ഉഭയദാ ശാരോധാവധയോ ദിസഹസ്രാഭൃതവ ഏകൈകശ പൂർവാസ്മാദ് ഉത്തരോ ദശാംശാധികാംശേന ദർഗ്യ ഏവ പ്രസന്തി. ഏവം ദക്ഷിണേൻ ഇലാവൃതം നിഷദോ ഹേമകൂടോ ഹിമാലയേതി പ്രഗായത യഥാ നീരധയോ അയുധോ യോജനോസേത ഹരിവർഷ കിം പുരുഷ ഭാരതാനം യഥാ സംഖ്യം തദൈവ ഇലാവൃതം അപരേണ പൂർവേണ ച മാല്യവദ്ഗന്ധമാദാന നീലനിഷദായതോ ദിസഹസ്രം പപ്രധതു കേതുമാല ഭദ്രാസ്വയോ സീമാനാം വിദാദേ മന്ദരോ മേരുമന്ദര സുഭാഷാകുമുദ ഇത്യ ഐദോ യോജന വിസ്താര നാഹോ മേരോശ്ചതുർദിശം അവഷ്ടം ഭഗീയ ഉപക്ലപ്ത ചതുഷേദേഷു ചൂത ജംബൂക ദമ്പന്യേ ഗ്രോധ ചിത്വാര പാദ പ്രവര പർവത കേദവ ഇവ അതിസഹ ശ്രയോജനോ നാഹാസ്താവത് വിടവവിതദയാ ശതയോജന പരിണാഹ ഗ്രാദാശത്വര. ഈ ലോകത്തെക്കുറിച്ച് ഭൂഗോളത്തെക്കുറിച്ചുമൊക്കെയാണ് ഈ അധ്യായത്തിൽ പരാമർശിച്ചത്. മേരുവിന്റെ ശിരസിന്റെ മധ്യഭാഗത്തിൽ നിന്നും ബ്രഹ്മദേവന്റെ പുരി ഉണ്ടായിരിക്കുന്നതും ഓരോന്നിനും എത്രയെത്ര വിസ്തീർണമുണ്ടായിരിക്കുന്നു എന്നും ഒക്കെയാണ് വളരെ വിശദമായിട്ട് ഈ അധ്യായത്തിൽ പറഞ്ഞത്. അടുത്ത അധ്യായത്തിൽ 17ാമത്തെ അധ്യായത്തിൽ ശ്രീമദ് മഹാഭാഗവതത്തിലെ ഗംഗ എങ്ങനെ ഉണ്ടായി, ഭഗവാൻ വാമനമൂർത്തിയായിട്ടിരുന്നപ്പോൾ ആ ഭഗവാന്റെ കാൽ ഉയർത്തിയപ്പോൾ, ഒരടി അളന്നതിന് ശേഷം ആ കാൽ ഉയർത്തിയപ്പോൾ കാലിന്റെ നഖം തട്ടി അണ്ടകടാഹം പിളർന്നു എന്നും ആ അണ്ടകടാഹത്തിൽ നിന്നും പ്രവഹിച്ചതാണ് ഈ ഗംഗ എന്നും ഈ ഗംഗ ഒഴുകി സ്വർഗലോകത്തെത്താൻ തന്നെ അനേക സഹസ്രം വർഷങ്ങൾ എടുത്തു എന്നും ഒക്കെയാണ് പറയുന്നത്. ആ ഗംഗയെ ഇങ്ങനെ ഉണ്ടായി എന്നുള്ളതും തുലാവർഷത്തിൽ ശ്രീരുദ്രൻ, അതായത് ശിവഭഗവാൻ സംഘർഷണപൂർത്തിയായിട്ടുള്ള ശ്രീമദ് നാരായണനെ ഭജിക്കുന്നതുമാണ് ഈ 17ാമത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം അത് സപ്തദശോധ്യായഃ. ശ്രീശുഗോവാച തത്ര ഭഗവതഃ സാക്ഷാത് യജ്ഞലിംഗസ്യ വിഷ്ണോർവിക്രമദോ വാമപാദാംഗുഷ്ഠേന നഖനിർഭിന്നോർതത് അണ്ഡകടാഹ വിവരേണാനന്ദ പ്രവിഷ്ടാ യാ ബാഹ്യജലധാര തച്ചരണ പങ്കജാവനീജനുണ തിഞ്ചൽകോപരഞ്ജിതാഖില ജഗദഗ മലാപവോ
സ്പർശനമാല സാക്ഷാത് ഭഗവത്പദീത്യനുപലക്ഷിത വജോ അഭിധീയമാനാദി മഹത കാലേന യുഗ സഹസ്രോപലക്ഷണേന ദിവോ മൂർധന്യവതാര. ഈ ഒരു ശ്ലോകത്തിൽ തന്നെ ആ ശ്രീ ഗംഗാദേവി എങ്ങനെയാണ് പുറപ്പെട്ടതെന്നും ഗംഗാദേവിക്ക് എങ്ങനെയാണ് ഭഗവത്പാദം എന്ന ഭഗവത്പതി എന്നുള്ള നാമം സൃഷ്ടിച്ചത് എന്നും പറയുകയാണ്. വാമപാദാങ്കുഷ്ടേന, അതായത് വാമനന്റെ അങ്കുഷ്ട വിരലിൽ നിന്നും ഉള്ള നഖത്തിനാൽ അണ്ടകടാഹത്തിൽ ദ്വാരമുണ്ടാകുകയും അവയിൽ നിന്നും അന്തഃപ്രവിഷ്ട ബഹുജലധാര, ബാഹ്യജലധാര, അതിൽ നിന്നും ജലധാര ഉണ്ടായിട്ട് അത് അനേക കോടി യുഗസഹസ്രോപലക്ഷണേന ദിവോ മൂർധന്യവതാര, അത്രയോ ലക്ഷം സഹസ്രം വർഷങ്ങൾ കൊണ്ട് പ്രവഹിച്ചിട്ട് ഈ സ്വർഗത്തിൽ തന്നെ എത്തിച്ചേരാൻ അത്ര വളരെ വർഷങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത്. അണ്ടകടാഹം ഭഗവാന്റെ ആ തൃക്കാൽ കൊണ്ട് ഇതാവുകയും അത് ഈ അണ്ടകടാഹം ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ സ്വർഗലോകത്തെത്താൻ തന്നെ വളരെയേറെ വർഷങ്ങൾ എടുത്തു. പിന്നീട് സകല കുമാരന്മാർക്ക് ശാപം ലഭിക്കുകയും അവർക്ക് മുക്തി നേടണമെങ്കിൽ ഈ ഗംഗാദേവിയുടെ സ്പർശം ഭൂമിയിലുണ്ടായാലേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഗംഗാദേവിയെ അവരുടെ എല്ലാ വർഷവും ശ്രമിച്ചിട്ട് സാധിക്കാതെ ഒടുവിൽ ഭഗീരഥൻ എന്ന ആ രാജാവ് അത്രയും വളരെയധികം പ്രയത്നം ചെയ്തിട്ട് ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവന്ന് തൻ്റെ പൂർവികന്മാർക്ക് മോക്ഷം നൽകുന്നതൊക്കെ അടുത്ത് വരാൻ വേണ്ടിയിരിക്കുന്നതാണ്. അപ്പോൾ അത്രയ്ക്കും മഹത്വമേറിയ ആ ഗംഗാദേവി ഭഗവാന്റെ തൃക്കാൽ അണ്ടകടാഹത്തിൽ സ്പർശിച്ചപ്പോൾ ഉണ്ടായ ദ്വാരം, ആ നഖം തട്ടിയിട്ടുള്ള ദ്വാരത്തിലേക്കൂടി അണ്ടകടാഹത്തിൽ നിന്നും പ്രവഹിച്ച് സ്വർഗലോകത്തെത്തിയെന്നാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞു തീർത്തത്. ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ഒരു ചെറിയ ശ്ലോകം കൊണ്ട് പറഞ്ഞു തീർക്കുകയാണ്. ആ വിഷ്ണുവിൻ്റെ പാദത്തിൻ്റെ മഹത്വം കൊണ്ട് ഗംഗാദേവിക്ക് വളരെയേറെ നാമങ്ങളുണ്ടായി. അങ്ങനെയുള്ള ആ ഗംഗയെ സ്പർശിച്ചവർക്ക് ഒരു കാലത്തും ഒരു കളങ്കവും ഉണ്ടാവുകയില്ല. എന്നാൽ ആ ഗംഗയെ സ്പർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് കളങ്കം ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. അത്രയ്ക്കും ഭഗവത് സ്പർശനം കൊണ്ടുള്ള ആ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നേടിയ ഒരു നദിയാണ് ഗംഗാനദി എന്നാണ് പറയുന്നത്. യദ്വിഷ്ണുപദ മാഹു എത്ര വാവ വര വീരവ്രത ഔത്താനപാദി പരമ ഭാഗവതോസ്മത് കുലദേവത ചരണാര ബിന്ദോദക വിധി യാമനുസവന ഉത്കൃഷ്യമാണ് ഭഗവൽ ഭക്തിയോഗേന ദൃഢം ക്ലിദ്യമാന അന്തർഹൃദയെ ഔത്കണ്ഠ്യ വിവശാ മീലിത ലോചനയുഗ കുട്മള വിഗളിതാമല ബാഷ്പകലയാഭിഭ്യജ്യമാന രോമ പുളകളമോധുനാഭി പരമധാരേണ ശിരസാ വിവർത്തി. ആ ഗംഗാദേവിയെ ബ്രഹ്മകടാരത്തിൽ നിന്നും അവതരിച്ച ഗംഗാദേവിയെ ലോകത്തെ ധ്രുവലോകം എന്നാണ് പറയുന്നത്. അതിനെ വിഷ്ണുപദം എന്നും പറയുന്നു എന്നാണ് പറയുന്നത്. ശിരസിൽ ആ ഗംഗാജലത്തെ എല്ലാവരും അത്തമ ഭക്തിയോടുകൂടി എപ്പോഴും ഇപ്പോഴും ഒക്കെ ആ ഗംഗാദേവിയെ ധരിക്കുന്നു എന്ന് പറയുകയാണ്. അത് ഭഗവാനിലുള്ള ആ പരമപ്രവേശനിമിത്തം നേത്രങ്ങളെ അടയ്ക്കുന്നു. അതിൽ നിന്ന് ഒഴുകുന്ന ബാഷ്പത്താൽ ശരീരം നനയ്ക്കുന്നു. ഇപ്പോഴും ആ ഗംഗാനദി നമുക്കൊന്നും അങ്ങോട്ട് പോകാനോ ദേവിയെ ദർശിക്കുവാനുള്ള ഭാഗ്യം ഇനിയും സിദ്ധിച്ചിട്ടില്ല. ഇവിടെ പോയവരും ചിലപ്പോഴുണ്ടാകാം. അത് സപ്തഋഷിയസ്തത്പ്രഭാവ വിജ്ഞാനു തപസ ആത്യന്തികി സിദ്ധരേതാവതി ഭഗവതി സർവാത്മനി വാസുദേവാനുപരിത ഭക്തി യോഗ ലാഭേന ഓവോപേക്ഷിതാന്യാത്മാത്മകതയോ ഭക്തി മുക്തി ഇവ ആഗത മുക്ഷവ ഇവ സബഹുമാന മധ്യാഭി ജഡാജൂഡേ വിദുഹന്തി തദോനേക സഹസ്രകോടി വിമാനാനീക സകല ദേവ യാനേനാവതരന്തീതു മണ്ഡലമാവാര്യ ബ്രഹ്മസദനെ നിബദതി. അങ്ങനെയുള്ള ആ ഗംഗാനദിയെ കുറിച്ച് വർണ്ണിക്കുകയാണ്. അവിടെ നിന്നുള്ള മറ്റുള്ള ലോകങ്ങളും ഒക്കെ എവിടെ നിന്ന് ആ ഗംഗാനദി നാലായി പിരിയുന്നു. സപ്തർഷിസ്ഥാനത്തിനും താഴെയായിട്ട് ഗംഗാനദി മേരുവിൻ്റെ മൂർധാവിലുള്ള ബ്രഹ്മപുരി ഗംഗാനദിയുടെ പ്രവാഹത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഇതിൽ വർണ്ണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇന്നത്തെ കാലത്തല്ല ഇത് വർണ്ണിച്ചിരിക്കുന്നത്. എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ എത്ര മഹത്തരമായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അത്ര ചതുർത്ഥ വിദ്യമാന
ചതുർഭിൻ നാമ ചതുർദിശ അഭിസ്പന്ദന്തി നദനദീപതി മേവാതിവശതി സീതാ അളകനന്ദ ചക്ഷു ഭദ്രേതി. ഇപ്പോഴും ഈ സീതാനദിയും അളകനന്ദ നദിയും ഭദ്ര എല്ലാമായിട്ടുള്ള 4 പേര്, സീത, അളകനന്ദ, ചക്ഷുഷ്, ഭദ്ര, ഇങ്ങനെ 4 പേരിലായിട്ട് പിരിയുന്നു ഗംഗാനദി എന്നാണ് പറയുന്നത്. പിന്നീട് സീതാനദി ഇങ്ങോട്ട് ഒഴുകുന്നു എല്ലാമാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. സീതാതു ബ്രഹ്മസദന കേസരാജനാദിഗിരി ശിഖരേഭ്യോ ദോത പ്രസ്രവന്തി ഗന്ധമാദന മൂർധസ്സു പതിധ്വാന്തരേണ ഭദ്രാവർഷം പ്രാച്യാം വിശിച്ചാര സമുദ്രം അഭിപ്രവിശതി. ഇങ്ങനെ 4 സീത എന്നുള്ള നദിയുടെ പ്രവാഹം ബ്രഹ്മപുരിയിൽ നിന്നും എവിടെയൊക്കെയാണ് പോയത് എന്നാണ് അതിൽ കാണിക്കുന്നത്. ഏവം മാല്യവച്ചിൻ നഗരാ നിഷ്പദന്തി തതോ അനുപരത വേഗ ഋതുമാലാപി ചക്ഷുപ്രതീക്ഷ്യ ദിശി സരിപ്രതിയും പ്രവിശതി. ഇപ്രകാരം മാല്യവാൻ പർവ്വതത്തിന്റെ ശിഖരത്തിൽ നിന്ന് താഴെ വന്ന് അത് പടിഞ്ഞാറോട്ടൊഴുകി. വർഷം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അമ്പകരുന്നമാരി കൊല്ലത്തെയല്ല. വർഷം എന്ന് പറഞ്ഞാൽ രാജ്യം എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. ആ ഓരോ രാജ്യത്തിലെ കുഴിയും പടിഞ്ഞാറോട്ടൊഴുകി സമുദ്രത്തിൽ പ്രവേശിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഭദ്രാചോദരതോ മേരുശിരസോ നിപതിത ഗിരിശിഖരമതിഹായ ശൃംഗാദവത്യന്തമാന ഉത്തരാംസ്തു കുരൂനവിത ഉദീജ്യ വിശിജലത്തിമഭിപ്രവിശതി. ഭദ്രായന ജലപ്രവാഹം മേരുശിരസിന്റെ വടക്ക് നിന്നും ഒഴുകിയിട്ട് ഓരോ രാജ്യത്തിലേക്കൂടി പോയി പർവ്വതശിഖരത്തിന്റെ താഴത്ത് കൂടി ഒഴുകിയിട്ട് കുരുദേശങ്ങൾ, മേലെയുള്ള നമ്മളെ ഉത്തരഭാഗത്ത് കാണുന്ന ദേശങ്ങളുണ്ട്, വടക്ക് ഭാഗത്ത് കൂടി നനച്ചുകൊണ്ട് വടക്ക് ദിക്കിൽ കൂടി ഒഴുകി സമുദ്രത്തിൽ ചേരുന്നു അത്രേ. തദൈവ അളകനന്ദ ദക്ഷിണേ ബ്രഹ്മസദന ബഹൂനി ഗിരികൂട നദിക്രമ്യ ഹേമ കൂടാതമ കൂടാന്യതിരവ അഭിരസവ രസതര രംഭസാ ലുണയന്തി ഭാരതം അഭിവർഷം ദക്ഷിണസ്യാം ദിശി ജലതിം അഭിപ്രവിശതി. അതിൽ ആ അളകനന്ദ എന്നുള്ള ഭാഗം ഇപ്പോഴും ഉണ്ട്. അളകനന്ദ എന്നുള്ള ഭാഗം പ്രവാഹം ബ്രഹ്മപുരിയുടെ തെക്ക് ഭാഗത്ത് കൂടിയിട്ട് അനേകം ഹിമവാന്റെ പല ശിഖരങ്ങളിലേക്ക് കൂടിയൊക്കെ കടന്ന് ഹേമകൂടം എന്ന പർവ്വത ശിഖരത്തെ പ്രാപിച്ച് അവിടെ നിന്നും ഹിമാലയ പർവ്വതത്തിലേക്ക് കൂടി ഒഴുകി അതിവേഗത്തിൽ ഭാരതവർഷത്തെ, അതായത് ഭാരതത്തിൽ വരും നമ്മൾ കാശിയിലൊക്കെ കാണുന്ന ഗംഗാനദി അങ്ങനെ ഒഴുകി അത് തെക്ക് ദിക്കിൽ വെച്ച് സമുദ്രത്തെ പ്രവേശിക്കുന്നു എന്നാണ് പറഞ്ഞത്. യസ്യാം സ്നാനാർത്ഥം ചാഗച്ഛത പുംസപദേ പദേ അശ്വമേധ രാജസൂയാദീനാം ഫലം ന ദുർലഭമിതി. ഈ അളകനന്ദയിൽ സ്നാനത്തിനായിട്ട് പോകുന്ന പുരുഷൻ വെക്കുന്ന ഓരോ പദന്യാസവും അശ്വമേധം രാജസൂയം എന്നൊക്കെ ചെയ്തതിൻ്റെ അത്ര മഹത്തായ പുണ്യം ലഭിക്കും അത്രേ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ദിവസം പോയിട്ട് അളകനന്ദയിൽ സ്നാനം ചെയ്യണം. മേരു മുതലായ പർവ്വത അന്യേജനതാ നദ്യശ്ച വർഷേ സന്ധി ബഹുശോ മേർവാദി ഗിരി ദുഹിതര ശതശ. ഇങ്ങനെ അനേകമാനങ്ങളായിട്ട് അത് പിരിഞ്ഞ് പല പല ശാഖകളായിട്ട് പല പല വർഷങ്ങൾ പല പല രാജ്യങ്ങളിലേക്ക് കൂടി സഞ്ചരിക്കുന്നു. തത്രാപി ഭാരതമേവ വർഷം കർമ്മക്ഷേത്രം മന്യാന്യഷ്ട വർഷാണി സ്വർഗിന പുണ്യശേഷോപഭോഗസ്ഥാനാനി ഭൗമാനി സ്വർഗപദാനി വെടിദിശന്തി. ഓം ശ്രീകൃഷ്ണായ. ഈ 7 വർഷങ്ങളിൽ വെച്ച്, അത് 7 രാജ്യങ്ങളിൽ വെച്ചിട്ട് ഭാരതവർഷമാണത്. ഭാരതവർഷം എന്നാൽ വളരെ വിപുലമായതായിരുന്നു ആ കാലത്ത്. ഒരു ഇപ്പോൾ നമ്മൾ പറയുന്ന ഏഷ്യ എന്നത് മുഴുവൻ ഭാരതമായിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ പറയുന്ന 7 ദ്വീപുകളും അതെല്ലാം കറക്റ്റായിട്ട് ഇതിൽ പറയുന്നു. 7 വർഷങ്ങളിൽ വെച്ച് ഭാരതവർഷമാണത്രേ കർമ്മക്ഷേത്രം. മറ്റുള്ള സ്ഥലത്ത് പ്രവേശിച്ചാൽ അതിന് സുഗന്ധം അനുഭവിച്ചിട്ട് തിരിച്ചു വരേണ്ടി വരും. ഈ ഭാരതദേശത്ത് ജനിക്കുന്നവർക്ക് മാത്രമാണ് പുണ്യം അവരുടെ കർമ്മം പൂർത്തിയാക്കിയിട്ട് മുക്തി അടയുവാനുള്ള ഭാഗ്യമുള്ളൂ. അതുകൊണ്ടാണ് ഈ ഭാരതത്തെ പുണ്യക്ഷേത്രം എന്ന് പറയുന്നത്. അത്രയും ഈ ഭാരതത്തിൽ വിളക്കുന്ന എല്ലാറ്റിനും അധികം വിളവുണ്ടാവും മറ്റുള്ള സ്ഥലത്തുള്ളതിനേക്കാൾ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. യേശു പുരുഷാണ ആയുധ പുരുഷായുഷ വർഷാന ദേവകൽപാന നാഗായുധ പ്രാണാന ഭക്ഷ്യ സംഹനന ബലവയോമോദ പ്രമുദിത മഹാസൗരത മിഥുന വ്യവായാപ വർഗ വർഷ ധൃതി ഗർഭ കളത്രാണാം തേത്രയുഗ സമകാലോ വർത്തതേ. ഈ ഭൂഖണ്ഡങ്ങളിൽ വസിക്കുന്ന എല്ലാവർക്കും ത്രേതായുഗത്തിൽ എല്ലാ യുഗത്തിലും അത്രയധികം നന്മയുണ്ടാകും. അതിൽ ത്രേതായുഗമാണ് അതിശ്രേഷ്ഠം എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. എത്ര ദേവപദയ സ്വൈ സ്വർഗനായകേ വിരീത മഹാകണ സർവത്വ കുസുമ സ്തഭവബല വിശലയ
ശ്രീയാന്യമാന വിടവലതാ വിടവ ഉപരിവ ശുംഭമാന രുചിര കാനനാശ്രമായാതന വർഷ ഗിരീന്ദ്ര ദ്രോണീഷു തഥാ ചാമല ജലാശയേഷു വിവിധ വനവ അവരൂഹമോദ മുചിത രാജഹംസ ജല കുക്കുട കാരണ്ഡവ സാരസ ചക്രവാകാദിഭിർ മധുകര നിരാകാരാകൃതി ഉപപൂജിതേഷു ജല ക്രീഡാദിഭി വിചിത്ര വിനോദേ സുലളിത സുരസുന്ദരീനാം കാമക ലീലാവിലാസ ആസലീലാവലോകാകൃഷ്ട മനോദൃഷ്ടയ സ്വൈര്യം വിഹരന്തി. ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിൽ ദേവസ്ത്രീകളും മനുഷ്യരും എല്ലാവരും യഥേഷ്ടം ജപിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ ഋതുക്കളും സന്നിധാനം ചെയ്യുന്ന ഈ ഭാഗത്ത് വളരെയേറെ മഹത്തുക്കളും എല്ലാവിധ സുഖസൗകര്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. നവസ്വതി വർഷേഷു ഭഗവാൻ നാരായണോ മഹാപുരുഷ പുരുഷാണാം തദനുഗ്രാഹായാത്മ ആത്മാനാഭ്യാപി സന്നദ്ധീയതേ. ഈ 9 വർഷങ്ങളിൽ വെച്ചിട്ട് മഹാപുരുഷനായിട്ടുള്ള ആ ഭഗവാൻ ഇവിടെ എല്ലാവിധ കല്യാണ ഗുണങ്ങളോടുകൂടി പ്രകാശിപ്പിക്കുന്നു. മനോഹര രൂപത്തോടുകൂടി എപ്പോഴും ഈ രാജ്യത്ത് സന്നിധാനം ചെയ്യുന്നു അത്രേ. ഇളാവത്തെ ഭഗവാൻ ഭവ ഏക ഭൂമാൻ നഹന്യസ്തത്ര പരോ നിവിശതി ഭവാന്യ ശാപ നിമിത്തജ്ഞോ യത് പ്രവേക്ഷിത സ്ത്രീഭാവസ്തത് പശ്ചാത്തദിശ്യാമി. ഇവിടെ ഒരു പഴയ കഥ, ഇളയുടെ കഥയാണ്. ഭഗവാൻ ശ്രീ പാർവതിയും പാർവതിദേവിയും ശിവഭഗവാനും കൂടി രമിക്കുന്ന സമയത്ത് അവിടെ ബ്രഹ്മാദി ദേവന്മാരൊക്കെ പോയത്രേ. അപ്പോൾ ശിവഭഗവാൻ ഒന്നും തോന്നിയില്ല. എന്നാൽ പാർവതി ദേവിക്ക് വളരെയേറെ നാണം തോന്നുകയും അവിടെ നിന്ന് ഓടി ഒളിക്കുകയും ചെയ്തു അത്രേ. അപ്പോൾ പാർവതിയുടെ വിഷമം കണ്ടിട്ട് മഹാദേവൻ ഈ വനത്തിൽ ഇനി ആര് വന്നാലും അവർ സ്ത്രീയായി ഭവിക്കട്ടെ എന്ന് പറയുകയും അവിടെ സുദ്യുമ്നൻ എന്ന ഒരു രാജാവ് പ്രവേശിക്കാൻ ഇടവരുകയും അദ്ദേഹം പെണ്ണായി തീരുകയും, രാജകുമാരനായിരുന്നു, പെണ്ണായാൽ പിന്നെ രാജ്യം ഭരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദേവന്മാരോട് വീണ്ടും പ്രാർത്ഥിച്ചിട്ട് 1 മാസം പെണ്ണ് 1 മാസമാണ്. അത് കഥ വീണ്ടും വരുന്നത്. ആ കഥയെ ഒരല്പം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഭവാനി നാഥി ശ്രീഗണാർബുദ സഹർഷൈവ രുഹ്യമാനോ ഭഗവത ചതുർമൂർത്ത മഹാപുരുഷസ്യ തുരീയാം താമസീ മൂർത്തി പ്രകൃതി ആത്മന സംഘർഷണ സംജ്ഞാത്മാ സമാധി രൂപേണ സന്നിധാഭീത അഭികൃഷ്ണൻ ഉപധാവതി. ഈ അവിടെയുള്ള ഭഗവാനെ ശ്രീ രുദ്രൻ പ്രാർത്ഥിക്കുന്നതാണ് ഇനിയുള്ള ശ്ലോകങ്ങൾ. ശ്രീ ഭഗവാനുവാച ഓം നമോ ഭഗവതേ മഹാപുരുഷായ സർവഗുണ സംഖ്യാനായാനന്ദായ അവ്യക്തായ നമ ഇതി. ഭജേ ഭജജ്ഞാരണ പ്രാതപങ്കജം ഭഗസ്യ തസ്യ പരംപരായണം ഭക്തേശനം ഭാവിത ബൗദ്ധഭാവനം വഭാവകം ത്വാം ഭവഭാവമീശ്വരം. ഇവിടുന്ന് മുതൽ 7 ശ്ലോകം വരെ ശ്രീരുദ്രൻ ആ സംഘർഷണമൂർത്തിയായ ശ്രീനാരായണനെ ഭജിക്കുകയാണ്. നയസ്യമായ ഗുണചിത്രവൃത്തിവി നിരീക്ഷതോ മണ്ഡവി ദൃഷ്ടിരജ്യതേ ഈശേരായോചിതമന്യുരംഭസാ ഹസ്തം ന മന്യേത ജിഗീഷുരാത്മനാ അസദൃശോയ പ്രതിഭാതിമായ ശീവീവമദ്വാസവതാം പ്രലോചന നനാഗവാക്രിയർക്കണ ഈശിരേന്ദ്രിയ യത്പാദയോ സ്പർശനദർശിതേന്ദ്രിയ യമാപുരസ്യ സ്ഥിതിജന്മസംയം ത്രിഭിർവിഹീനം യമനന്തമർഷയ നവേദ സിദ്ധാന്തമിവക്വചി സ്ഥിതം ഭൂമണ്ഡലം മൂർധസഹസ്രതാമസു. ഭഗവാൻ മാത്രമാണ് ഈ ലോകത്തിന്റെ ഉത്പത്തിക്കും എല്ലാത്തിനും കാരണം. യാതൊരു അതായത് അനന്തൻ, സംഘർഷണമൂർത്തിയായിട്ടുള്ള അനന്തന്റെ ശിരസ്സുകളിലാണ് ഈ ഭൂമി നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള അതിൻ്റെ അതായത് അനന്തമൂർത്തിയുടെ തലയുടെ മുകളിൽ ഒരു കടുക് മണി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത്രയ്ക്കത്രേ ഭൂമിയുടെ വലിപ്പം. അപ്പോൾ നമുക്ക് ആ അനന്തന്റെ വലിപ്പം ചിന്തിക്കാവുന്നതാണ്. ആ സംഘർഷമൂർത്തിയുടെ തലയിൽ ശിരസിൽ ഒരു കടുകുമണിയുടെ വലിപ്പത്തിലിരിക്കുന്ന ഭൂമണ്ഡലം, ആ മണ്ഡലത്തിൽ നമ്മൾ എത്ര ചെറുതാണ് എന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്ന. അപ്പോൾ അങ്ങനെയിരിക്കുന്ന വൈകാരികം താമസമേന്ദ്രിയേ, എല്ലാ ഗുണങ്ങളും താമസം, രാജസ്, താമസം എല്ലാ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്ന
അതിനെല്ലാം അതിദേവതയായ ഭഗവാനെ ഞാൻ നമിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സത്വഗുണത്തോടുകൂടി വിഷ്ണുദേവനും തമോ ഗുണത്തോടുകൂടി രുദ്രനും രജോ ഗുണത്തോടുകൂടി ബ്രഹ്മാവും ഉള്ളതാണ്. അവരാണ് ഈ 3 ഗുണങ്ങളും ചേർന്നിട്ടാണ് ഈ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ ചെയ്യുന്നത്. ഇതിനൊക്കെ മേലെയാണ് നാം പറയുന്ന ആ സംരക്ഷണമൂർത്തി നാരായണമൂർത്തി എന്ന് പറയുന്നത്. ആ നാരായണമൂർത്തി ഓരോ പ്രവൃത്തി ചെയ്യാൻ ഒരു ചീഫ് മിനിസ്റ്റർ എങ്ങനെയാണ് മറ്റുള്ള മന്ത്രിമാരെയൊക്കെ നിയമിക്കുന്നത്, പ്രധാനമന്ത്രി മറ്റുള്ളവരെ നിയമിക്കുന്നത് മാതിരി ലോക പ്രവൃത്തികൾ നടക്കുവാൻ വേണ്ടിയിട്ട് ആ പരബ്രഹ്മം ഇങ്ങനെയുള്ള 3 പേരെ സൃഷ്ടിച്ച 3 അല്ല 33 കോടി ദേവകൾ എന്നാണ് നമ്മുടെ സംസ്കാരം പറയുന്നത്. കർമ്മപർവണി മായാഞ്ജനോയം ഗുണസദ്ഗമോഹിത നവേദ വിസ്താരണ യോഗ മഞ്ജസ തസ്മൈ നമസ്തേ വിലയോദയാത്മനേ. ഓം തത്സദി ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം പഞ്ചമസ്കന്ധേ സപ്തദശോധ്യായാം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അടുത്ത അധ്യായത്തിൽ ശ്രീ ഭഗവാൻ ഓരോ രാജ്യത്തും, അതായത് വർഷം എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തും ഏതേത് ദേവതമാരെയാണ് ഉപാസിക്കുന്നത്, ആ ദേവതമാരെ ഉപാസിക്കുന്നതിൻ്റെ അവരുടെയുള്ള കീർത്തനവും ഓരോ രാജ്യം, പിന്നീട് ആ രാജ്യത്തുള്ള ജനങ്ങൾ ഏത് ദേവതയാണ് വണങ്ങുന്നത് ആ ദേവതയ്ക്കുള്ള. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുഭോവാച തദാജപദ്രസ്വാനാമസ്തുസ്തത്കുലപതേ പുരുഷാ ഭദ്രാശപക്ഷേ സാക്ഷാൽ ഭഗവതോ വാസുദേവസ്യ പ്രിയം ധനം ധർമ്മമയി ഹയശ്രീശാഭിരാനം പരമേണ സമാധിന സമിതാപേര അഭിഗൃഹന്ത ഉപധാവന്തി. ഭദ്രസ്വസൗജോ ഓം നമോ ഭഗവതേ ധമ്മായ ആത്മവിശോധനായ നമൈതി. അഹോ വിദിത്വം ഭഗവത് പ്രിയസ്ഥിരം തദം ജനോയം ഹവിഷൻ പശ്യതി. ധ്യായന്ന സയ്യതി വികർമ്മസേവിതം നിത്യപുത്രം പിതരന്തി ശിശതി. പദന്തി വിശംഗവേസ്മനശ്വരം പശ്യന്തി ചാധ്യാത്മവിദോ വിവസ്ഥിത തഥാപി വാജമായ സുവിസ്മിതം കൃത്യമജന്തസ്മിതം വിശോധവസ്ഥാന നിരോധകം പ്രതീയകത്തുരംഗീകരമപ്യവാവൃത യുക്തം ന ചിത്രം ദൈകാര്യകാരണേ സവാത്മനി വ്യതിരിക്തേ ച വസ്തുത. വേദന്യുഗാംഗീതം സാധിരസ്ഥിതം സാധനഭ്യോത്തുരംഗവിഗ്രഹ പ്രത്യാജദേവ കവേഹിയാജതേ തസ്മൈ നമസ്തേ വിധതേ ഹിതായ ഇതി. ഹരിവർഷേ ചാപി ഭഗവാൻ ഹരിരൂപേണാസ്തി തദ്രൂപഗ്രഹണ നിമിത്തമോത്തരത്വാഭിലാസ്യേ. തദ്ദൈതം രൂപം മഹാപുത്രഗണഭാജനോ മഹാഭാഗവതോ ദൈത്യദാനവകുല കീർത്തീകരണശിലാചരിത പ്രഹ്ലാദോ വിവധാന അനന്യഭക്തിയോഗേന സഹ തദ്വർഷപുത്രൈരൂപാസ്തേ ഇദം ചോദാഹരതി. ഓം നമോ ഭഗവതേ നരസിംഹായ. നമസ്തേ തേജസേ ആവിരാവിർഭവ വജ്രനഖ വജ്രദൃഷ്ട തമാസിയ രന്ധ്രയതമോ ഗ്രസ ഓ സ്വാഹ. അഭയമാത്മനി ഭൂയിഷ്ട ഔക്ഷൗ സ്വസ്ത്യസ്തു വിശ്വസരസ്വസീതം. ധ്യായന്തു ഭൂതാനി ശിവം വിധോരിയ അനഷ്ടഭദ്രം പദതാതു ദക്ഷതേ അവിശ്യതം നോ മതിരാപ്യഹൈതുകീ. മാഗാനദാനജ്ഞമിത്തബന്ധുഷു സമൂയതി സദ്ഭഗത്വേഷു യപ്രാണവജ്ജാപരദുഷ്ട ആത്മവാൻ സിദ്ധസ്യദുരന്നതേന്ദ്രിയപ്രിയ യസംഗലജ്ഞനിജബീജവൈഭവം യതം സംസ്പൃശതം ഹിമാനസം. ഹരത്യജോന്തസ്തുതിവിദ്യദോർഗജം ഗോവൈന സേവേത കുന്ദവിക്രമം യശക്തിഭക്തി ഭഗവത്യകിഞ്ജനാസമേ ഗുണൈസത്വ സമാസതേസുര ഹരാമഭക്തിസ്വകുതോ മഹത്ഗുണ മനോരഥേനാസരിതാപദോ ഹി ഹരിണ്യ സാക്ഷാത് ഭഗവൻ ശരീര ആത്മാർത്ഥ്യജാനാമി വിലോയമീപ്സിതം ഹിത്വാമഹാസ്തം യതി സജ്ജതേ ഗൃഹേ തദാ മഹത്തം വയസാ ദമ്പതീനാം തസ്മാന്തജോരോ വഞ്ചാതമന്യന്മാനസ്സുഖാമരിധന്യാദിമൂലം ഹിത്വാസുഖം സംസരിചക്രവാണം
तुझ्यपादं भजताकुतो भयमिति केतुमार्य भगवान् कामदेवस्वरूपेण युष्म्या वेदिष्या प्रजापते द्वितॄणां पुत्राणां तद्रथपदीनां पुरुषायात्रा अहोरात्रपरिसङ्ख्यानानां व्यासाङ्कल्पा महापुरुषमात्रजस्तो तेजसो तेजितमात्मनसां विद्युस्ता व्यसव संवत्सरान् देवी वदन्ति अतीव सुललितगति विलास विलसित रुचिरहास देशावलोकरीर्या किञ्चिदुत्तं विद सुन्दर भ्रूमण्डल सुभग वदनारविन्दस्यायमां रमेन्द्रियाणि रमयते तद्भगवतो मायामयं रूपं परमसमाधियोगेन रमा देवी संवत्सरस्य रात्रौ प्रजापतेतु वेदाः सूर्य तद्भक्तुभिरुपास्ते इदं चोदाहरति ॐ हां श्रीं हूं ॐ नमो भगवते विशेषाय सर्वगुणविशेषं विरचितात्मने आगोदीनां चित्तीनां चेतसां विशेषाणां चात्मने षोडशकलाय छन्दोमयाय अन्नमयाय अमृतमयाय सर्वमयाय सत्ये ओजसे बलाय कान्ताय कामाय नमस्ते भूयत्र भूयात् श्रियोगदे स्वाक्षीश्वरं सदो याराध्यलोके पतिमासा सदैन्यं तासान्नते वै परिवन्त्यवत्यं प्रियन्दनं युषियतो स्वतन्त्रा स वै पतिस्यादवतो वै स्वयं सवन्ददप्पादिभयादुरञ्जन स एवैवी तथापितो वयो नैवात्मनाः प्रतिमन्यते परम् या दर्शते पादसरोरुहागण निगामैः साकिलकामलम्बड तदेव रासीच्चिदमीचिदोच्चिदो यद्भक्तिञ्जा भगवन्पदप्यते मद्भक्तैरीशसुरासुरादय तप्यन्तौ ग्रन्थम् ऐन्द्रिये धिया तदे भगवत्पादपरायणान् नमः विन्दन्यहं तद्हृदयाय दोदिता सतं ममाप्यक्षरशीर्ष्णिवन्दितं कराम्बुजं यद्ददायि सत्तदा विवर्षिमान् दुष्टवरेण्यमायया ईश्वरस्येदं हिदं विभूतिः यं मे गीत भगवदप्रेतमं मत्स्यम् अवताररूपं तद्वर्षपुरुषस्य मनोपापदस्सिदं स इदानीं महदा भक्तियोगेनाराधयनीयं चोदाहरति ॐ नमो भगवते मुख्यतमाय नमः सत्त्वाय प्राणाय दशे बलाय महामत्स्याय नम इति ॐ अदन्तहिच्छाय लोकपाले अदृष्टरूपो विजयस्युरस्वना स ईश्वरस्तं वेदपसेनय अनायता दारुमयं नरस्त्रियम् यल्लोकपाला किलमत्स्वरज्जरा पितायदो विमुदत्समेत्तिर पदन्नशी गुन्दिवदस्य सत्पुदा सरीसवंस्थान्यदत्वदस्यते भवन्युकान्दात्म ऊर्मिमालिनि क्षोणीमिमामोषधिपीनुसंनिधि मया सहोरुत्वमतिरिदोजसा तस्मै जगत्पाणगणात्मने नम इति ॐ श्रीकृष्णाय नमः हिरण्मये भगवान् शिवसरि गुर्मदनु बिभ्राणस्तस्य तत्प्रेतमा तनुमल्यवासः अक्षपुरुषैः विधिगणाधिपतिरुपधावद्यमत्वमिमञ्चानुजपति ॐ नमो भगवते अभूपाराय सत्त्वगुणविशेषाणां यानुपरिचितस्थानाय नमो वाष्मणे नमो भूम्ने नमो नमस्तानाय नमस्ते यद्रूपमेदं निजमाययात्मनं मग्धस्वरूपं गौरूपरूपिण संज्ञानयस्यास्त्रयवृन्दो परम्परा तस्मै नमस्ते व्यपदेशरूपिणे जरायुधं श्वेतमरण्डयोद्भुजं जरायुधं देवश्रीविभूतमेन्द्रियं दौघं श्रीशैलसरसमुद्र दीर्घगश्चित्यभिधेयकेक यस्मिन्नसङ्ख्ये विशेषनाम युवावो कविभिः कल्पितेयं संख्यायया तत्तदशापनीयते तस्मै नमः साङ्ख्यनिदर्शनाय इति उत्तरेषु भगवान् यज्ञपुरुषकृतानुकारपराहरो अस्ते तं तु देवी हैषाभू सः कविभिः स्खलितभक्तियोगेनोपधावति इमं च परमार्परिषदमवावर्तयति ॐ नमो भगवते मन्ददत्तलिङ्गाय यज्ञकृतवे महादुरावयाय महापुरुषाय नमः कात्मशुक्लाय त्रियुगाय नमस्ते यस्य स्वरूपं कवियो विवस्थितो गुणेषु दारु शिवजातवेदसं मध्यन्तिमत्ना मनसानिदिक्षवो गुणं विहर्तैर्नाईयतात्मने द्रव्येक्षिणाहीर्वेणे सकर्तुमिन्माया गुणैर्वस्तनिरीक्षितात्मने अनीक्षयान्तानिशयात्मबुद्धिविनिरस्तमाया हरे नमो नमः
കലോതി വിശുദ്ധ സംയമോദയം വീക്ഷിതൈക്കുണി മായായോ ഭ്രമതേതദാശ്രയം ബ്രഹ്മോ നമസ്തേ ഗുണകർമ്മ സാക്ഷിണേ ഭ്രമധ്യദൈത്യം പ്രതിവാരണം മുദേ യോ മംരസായ ജഗദാദിസൂതര ഏത്വാഗ്രഹം തേ നിരകാതുധന്യത കിരണ്യവേഭ പടകാസ്മിതം വിഭൂമിതി ഓം ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാഠ്യവംശം സംഹിതായ പഞ്ചമസ്കേതേ നാമ അഷ്ടാദശോധ്യായഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ ഒടുവിലത്തെ 4 ശ്ലോകങ്ങൾ ഭൂമിദേവി ഭഗവാനെ 39 ശ്ലോകങ്ങളൊക്കെ ഭൂമിദേവിയുടെ ആ ഭഗവാനെ വർണ്ണിക്കുക. ഒടുവിലത്തെ ശ്ലോകത്തിൽ പ്രമദ്ദദൈത്യം പ്രതിവാരണം പ്രതി വ്യോമാംരസായ ജഗദാദിസൂതര രുദ്രാഗദൃഷ്ടി നിരകാതുധന്നത ഇതന്നിവേവ പ്രണതാസ്മിതം വിഭൂമിതി. അതായത് ആ എന്നെ ആദ്യം യജ്ഞ വരാഹമൂർത്തിയായിട്ട് വന്നിട്ട് എന്നെ നിങ്ങൾ രക്ഷിച്ചില്ലേ, ആ അങ്ങനെയുള്ള അവിടുത്തെ ഞാൻ ഭജിക്കുന്നു എന്നാണ് പറയുന്നത്. ആ വരാഹ രൂപത്തിൽ ഹിരണ്യാക്ഷന്റെ കയ്യിൽ നിന്നും തന്നെ രക്ഷിച്ചതാണ് ഇവിടെ ഭൂമിദേവി സ്മരിച്ച് ആ ഭഗവാനെ വന്ദിക്കുന്നത്. ഏകോനവിംശതിതമോധ്യായ ശിശുഗോവാച കിംപുരുഷേ വർഷേ ഭഗവന്തം ആദിപുരുഷം ലക്ഷ്മണാഗ്രജം സീതാഭിരാമം രാമം തച്ചരണ സങ്കീർഷൻ സന്നികർഷാഭിരത പരമ ഭാഗവതോ വനമാൻ സഹ കിംപുരുഷേ രവിരക്ത ഭക്തിരുപാസ്തേ ആശ്ചിഷേണേന സഹ ഗന്ധേർ അനുരാഗീയമാന പരമ കല്യാണി ഭർതൃ ഭഗവത് കഥാം സമുപശൃണോതി സ്വയം ചേതം ഗായതി. ഓം നമോ ഭഗവതേ ഉപശിക്ഷിതമാന ഉപാസിത ലോകായ നമഃ സാധു വാധാനികഷനായ നമോ ബ്രഹ്മണ്യ ദേവായ മഹാപുരുഷായ മഹാരാജായ ഇതി. ഓം ശ്രീകൃഷ്ണായ നമഃ. ആ മഹാപുരുഷനും മഹാരാജാവുമായ ഭഗവാന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് അനുമസ്തുതി. യദ്വദ്വിശുദ്ധാനുഭവമാത്രമേകം സ്വദേശി സാധുസ്ഥ ഗുണവ്യവസ്ഥം പ്രത്യക് പ്രശാന്തം സുധിയോപലംബനം വിജ്ഞാമരൂപം വിരഹം പ്രപദ്യേ. ഓം തത്സത്. മധ്യാവതാരസ്തികമധ്യരക്ഷിക്ഷണം രക്ഷാവതൈവ ന കേവലം വിഭോ കൃതോന്യതാ സാന്ദ്രമതസ്വ ആത്മനാ സീതാകൃതാനി വ്യസനാനീശ്വരസ്യ നവീസ ആത്മാത്മവദാം സുഹൃത്തമാ സപ്തസ്ത്രിലോക്യാ ഭഗവാൻ വാസുദേവ നസ്തീകൃതം കസ്മലമശ്നുവീത ന ലക്ഷ്മണം ചാപി വിഘാതുമർഹതി.
ക്ഷീരോധേന പരിത ഉപക്ലപ്തോ വിധോ യഥാ കുശഗ്രീവോ കൃതോധേന യസ്മിൻ ക്രൗഞ്ചോ നാമ പർവ്വത രാജോ ശ്രീ ശുഭബ്രഹ്മർഷി ഈ ഭഗവാനെ ഈ നാരായണ കുറിച്ച് മന്ത്രം പരീക്ഷത്തിന് പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകം ഈ അധ്യായം സമർപ്പിക്കുകയാണ്. 9ാമത്തെ അധ്യായത്തിൽ വിശ്വരൂപൻ തന്നെ ഹവിസ് കൊടുക്കുമ്പോൾ അറിയാതെ തന്നെ തൻ്റെ ബന്ധമുള്ളത് കൊണ്ട് നമുക്കറിയാതെ നമുക്കുള്ള ബന്ധനം കൊണ്ട് നമ്മൾ അറിയാതെ അദ്ദേഹം തൻ്റെ അസുരന്മാർക്കും ഈ ദേവന്മാർ കാണാതെ അല്പാൽപ്പം ഹവിസ് കൊടുക്കും. അത് ദേവേന്ദ്രൻ കാണുകയും കളത്രം ചെയ്തു. തൻ്റെ ഗുരുവാണ്. എന്നിട്ടും ദേവേന്ദ്രന് എപ്പോഴും രജോ ഗുണവും തമോ ഗുണവുമാണ് അധികമായിട്ടുള്ളത്. രജോ ഗുണത്തിന്റെ മൂർത്തിഭാവമാണ് ദേവേന്ദ്രൻ. നമ്മുടെ ഇന്ദ്രിയങ്ങളിലെ സാമ്യമായിട്ടാണ് ദേവേന്ദ്രനെ പറയുന്നത്. അപ്പോൾ ദേവേന്ദ്രൻ പെട്ടെന്ന് ഈ വിശ്വരൂപൻ ഒളിച്ചിട്ട് തൻ്റെ എതിരികളായിട്ടുള്ള അസുരന്മാർക്കും ഹവിസ് കൊടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഭയങ്കരമായ ഒരു ദേഷ്യമുണ്ടാവുകയും തൻ്റെ കയ്യിലുള്ള ആയുധം കൊണ്ട്, അപ്പോൾ വജ്രായുധം ഉണ്ടായിരുന്നില്ല, ഈ വിശ്വരൂപനെ വധിച്ചതിന് ശേഷമാണ് വജ്രായുധമൊക്കെ ലഭിക്കുന്നത് ഇന്ദ്രന്. അപ്പോൾ തൻ്റെ കയ്യിലുള്ള വാളുകൊണ്ട് വിശ്വരൂപനെ വധിക്കുകയും ചെയ്തു. ഗുരുവായി ആദ്യത്തെ ഗുരുവിനെ നിന്ദിച്ചു. പിന്നെ ഗുരുവില്ലാതെയായി. ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം വളരെയേറെ രചിയിട്ടാണ് ഈ വിശ്വരൂപൻ എന്നുള്ള ഗുരുവിനെ ലഭിച്ചത്. ഇദ്ദേഹം ഈ നാരായണകവച മന്ത്രം പറഞ്ഞു കൊടുത്തിട്ടാണ് ദേവൻ. അപ്പോൾ ഈ 3 തലയും പക്ഷികളായിട്ട് പറന്നു എന്നാണ്, തിത്തിരി പക്ഷികളായിട്ടൊക്കെ പറന്നുപോയി എന്നാണ് പറയുന്നത്. അത് ഈ അടുത്ത ശ്ലോകങ്ങളിൽ, അതായത് നവമോധ്യായത്തിലെ 5ാമത്തെ ശ്ലോകത്തിൽ 6ാമത്തെ ശ്ലോകത്തിലുമായിട്ട് ആ ദേവന്മാരെല്ലാവരും കൂടി പോയി ആ ഇന്ദ്രനെ പിടിച്ചു കൊണ്ടുവന്ന് ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാ പാപം കുറച്ച് ഭൂമിക്ക് 4ആയി പകുത്തിട്ട് കുറച്ച് ഭൂമി നാരദരുടെ ബ്രഹ്മഹത്യാ പാപത്തെ മരങ്ങൾ ഞങ്ങളെ മുറിച്ചാലും, അതായത് ഞങ്ങളുടെ കൊമ്പുകൾ പൊട്ടിച്ചാലും അത് വീണ്ടും വളർന്നു വരണം, പിന്നീട് ആ പൊട്ടിച്ച സ്ഥലത്ത് മുരടിച്ചു പോകരുത് എന്നുള്ള അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ഈ ബ്രഹ്മഹത്യാ ശാപം വാങ്ങി. അപ്പോൾ ആ മരങ്ങൾക്ക് ആ ബ്രഹ്മഹത്യാ ശാപം അവരുടെ ഒരു പശയായിട്ട് പാലായിട്ട് അതിൽ നിന്നും ഉത്ഭവിക്കുന്നത് ഈ ബ്രഹ്മഹത്യാ ശാപം കൊണ്ടാത്രേ മരത്തിന്റെ ഉള്ളിൽ നിന്നും പാലായിട്ട് വരുന്നത്. അതേമാതിരി സമുദ്രം വീണ്ടും വീണ്ടും ഒരിക്കലും തന്റെ ജലം വറ്റരുത് എന്നൊരു അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ഈ ബ്രഹ്മഹത്യാ ശാപത്തിന്റെ കാൽഭാഗം വാങ്ങി. ഇങ്ങനെ 3/4 ഭാഗമായി. അപ്പോൾ ആ ബ്രഹ്മഹത്യാ ശാപമാണത്തിലെ സമുദ്രത്തിൽ തിരന്നുരയും പതയുമായിട്ട് ഈ തലയുടെ സമയത്ത് വരുന്ന നുരയും പതയും ആ ശാപമാണ്. ഈ ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാ ശാപത്തിന്റെ ഫലമാണത്. സ്ത്രീകൾക്ക് അവർക്ക് അതുവരെയും ആർത്തവം ഉണ്ടായിരുന്നില്ലത്രേ. ആർത്തവം എന്ന അത് ഈ ബ്രഹ്മഹത്യാ ശാപം സ്വീകരിച്ചതിന്റെ ഫലമാണത്രേ. പക്ഷെ പ്രസവിക്കുന്നതുവരെ സംഭോഗത്തിൽ ഏർപ്പെടാം എന്നുള്ള ഒരു അനുഗ്രഹം വാങ്ങിക്കൊണ്ട് സ്ത്രീകളും ബ്രഹ്മഹത്യാ പാപത്തിന്റെ കാൽഭാഗം സ്വീകരിച്ചു. അങ്ങനെ ആ ഇന്ദ്രന്റെ മുഴുവൻ ബ്രഹ്മഹത്യാ പാപവും സ്ത്രീകൾക്കും ഭൂമിക്കും മരത്തിനും സമുദ്രത്തിനുമായിട്ട് വിഭജിച്ചു കൊടുത്തു എന്നതൊക്കെയാണ് 7, 8, 9, 10 ശ്ലോകങ്ങളിലൊക്കെ ആയിട്ട് അടുത്ത അധ്യായത്തിൽ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് പാരായണം കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അടുത്ത അധ്യായം ഷഷ്ഠസ്കന്ധത്തിലെ 9ാം അധ്യായം. ശ്രീകൃഷ്ണ പരമാത്മനീ നമഃ. ശ്രീമദ് മഹാഭാഗവതം ഷഷ്ഠസ്കന്ധം അത നവമോധ്യായ. ശ്രീശുകോവാച തസ്യാസ്യ വിശ്വരൂപസ്യ ചിരാംസി ത്രീണി ഭാരത സോമഭൂതം സുരാഭീതം അന്നാദം വിശുശ്രുമ. ഈ 3 തലകൾ എന്തിനാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് സോമരസം കുടിക്കാൻ, ഒന്ന് സുരപാനം കുടിക്കാൻ, ഒന്ന് അന്നം കഴിക്കാൻ. ഇങ്ങനെ 3 എണ്ണത്തിലും 3 തരത്തിലുള്ള അത്രയ്ക്കും മഹത്വമുള്ള ആളായിരുന്നു വിശ്വരൂപൻ. വളരെയേറെ തപസ്സും ഇതൊക്കെയുള്ള ആളായിരുന്നു. അങ്ങനെയുള്ള ആളെയാണ് ഈ ദേവേന്ദ്രൻ വധിച്ചത്. अदैकादशोऽध्याय श्रीशुक उवाच तयेवं संसदो धर्मं वदं मृत्युरदेदस नैवागृह्णन् भयत्रस्त पलायनपराङ्गपा विशीयमाना मृदना आसुरीमसुरर्षभा कालानुकूले सुदशै कार्यमाना मनाभवन् दृष्ट्वा दप्यदसंवृद्धा इन्द्रशत्रुरमर्षिता तान्निवायौ च
ശാശ്വതോഹതേ നഹി ഗീതവദശ്ലാഘ്യോ ന സൗഖ്യശൂരമാണിനാം യദിവ പ്രദനേ ശ്രദ്ധ സാരം വാ ശുല്യകാകൃതി അഗ്രേ തിഷ്ഠതമാത്രം മേ അജേഗ്രാമ്യസുഖേ സ്പൃഹാം ഏവം സുരഗണാൻ ബുദ്ധോ വിഷയൻ വപുഷാരിവോ വ്യനദസു മഹാപ്രാണോ അയനലോകാവിചേതസാം തേന ദേവഗണാ സർവേ വൃത്രവിസ്ഫോടനേന വൈ ദേവദുർമൂർച്ഛിതാ ഭൂമോ ഇദൈവാശന്യാഹതാ അമർത്തവദ്ഭ്യാം തിരസസേ പ്രായുക്തഭൂയസ്സ ഗദാ മഹാത്മാ ഇന്ദ്രോ ഹൃദസ്യന്തകരാ വിമർശ ീതവ്യദക്ഷതബാഹോ വദസ്തേ സദം നൃപേന്ദ്രാഹ ഭവാമ്യയാരിവും വജ്രായുധം പ്രാഗൃഹണം വിലോക്യ സ്മരംശ്ച തത്കർമ്മ നൃശംസമംഹ അന്യേതുയേദ്വിരഹം നൃശംസമജ്ഞ യേ വിഭൂതിദാസ്തര പ്രഹരന്തി മഹ്യം തൈഭൂതനാഥാത് സകലാനിഷാദ ശൂരനിർഭിന്നകളേ രജാമി അതോ ഹരേ ഓം ശ്രീകൃഷ്ണ परमात्मने नमः। अथ द्वादशोऽध्याय ऋषिरुवाच एवं जिहास्वर्णवदेहमाचौ मृत्युं वरं विजयं विजयान्मन्यमाना शूलं प्रगृह्याव्यपदत्सुरेन्द्रं यदा महापुरुषं कैडवोऽप्सु ततो युगान्ताग्निकठोरजिह्वामाविद्य शूलं तरसा सुरेन्द्र क्षिप्त्वा महेन्द्राय विनद्य वीर्यो हतोऽसि पापेतिरुषा जगादा भापतत्तत् विचलद्गृहोद्गवन्निरीच्य दुष्प्रेक्ष्य मदादविक्लव वज्रेण वज्री सदपर्वणा चिन्नत् भुजं च तस्योरगराजभोगं चिन्नैकबाहु परिघेण वृत्र संरब्धासाद्य गृहीतवज्रं हनौ तदाडेद्रमदामरेभं वज्रं च हस्तान्यपतन्महोना वृत्रस्य कर्मादिमहाद्भुतं तत् सुरासुराश्चारणसिद्धसङ्घ अपूजयं तत्पुरुहूतसङ्कटं निरीक्ष्य हेदि विचुकृसुस्पृशम् इन्द्रो न वज्रं जगृहे विलज्जितस्थितं स्वकस्तादरिसन्निधौ पुनः तमाह वृत्रो हरहात वज्रो जहिस्वशत्रुं न विषादकाला युयुत्सदां कुत्रचिदाततायिनां जयः सदैकत्र न वैपरात्मनां विनैकमुत्पत्तिलयस्थितीश्वरं सर्वज्ञमाद्यं पुरुषं सनातनं लोकासपाला यस्येमे ससन्धि विवशावसे दिजा इव सिजाबद्धा सकाल इह कारणम् ओजसहोबलं प्राणममृतं मृत्युमेव च तमज्ञाय जनो हेतुमात्मानं मन्यते जडं यदा दारुमयी नारी यदा तन्द्रमयो श्रीकृष्णाय परमात्मने नमः यदा दारुमयी नारी यदा यन्द्रमयो मृगा एवं भूतानि मघवन्ये सतन्द्राणि विद्धि भो पुरुषप्रकृतिर्व्यक्तमात्मा भूतेन्द्रियाशया शक्नुवन्त्यस्य सर्गादौ न विनायदकाले यदा निच्चोर्विभजय्य तस्मादकीर्तियशोर्जया जयो महात्मने हिरण्यकशिपुराजन्न करोत्पन्नमात्मजे युधिष्ठिर उवाच देवश्यैरदिच्छामो वेदितुं तव सुहृदा यथात्माञ्जया शुद्धाय पिनाथा साधवेष्टकं पुत्रान् विप्रनिकुलान् स्वान् पुत्रवत्सला पुष्पलब्धनुवालबन्धे शिक्षाब्दं नैवागमपुरो यथा किमुतानुवशान् साधुस्ताभिषान् गुरुदेवतान् यत् कौतूहलं ब्रह्मन्नास्माकं विदमप्रभो पितुपुत्राय द्वेषो मरणाय प्रयोजिता इति श्रीमद्भागवते महापुराणे पारमांससंहिताय सप्तमस्कन्धे प्रह्लादचरिते ജപിച്ച ഉടനെ എല്ലാവരെയും ദ്രോഹിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ദ്രോഹം വളരെയേറെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് പ്രഹ്ലാദൻ എന്നൊരു പുത്രൻ ഉണ്ടാവുകയും ആ പുത്രനാവട്ടെ എല്ലാവരോടും അതീവ സ്നേഹമുള്ള അത്രയ്ക്കും പ്രഹ്ലാദന്റെ ഗുണങ്ങൾ വിവരിക്കുവാൻ കഴിയില്ല എന്ന്. പ്രഹ്ലാദൻ ഹിരണ്യകശിപു ആരംഭിച്ച ആ പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിന്റെ പുത്രനായിട്ടുള്ള ആ പ്രഹ്ലാദന്റെ ആ സ്നേഹം മറ്റുള്ളവരുടെ, അതായത് നാരദേവൻ പറയുകയാണ്,
ഇത്യുക്താലോകഗുരുണാ തമ്രണമ്യ ദിവോഗ്രസ നിവർത്തതഗതോദ്വേഗാമീനിരേചാസുരം പദം. ശ്രീനാരായണൻ അരുളി ചെയ്തത് കേട്ടിട്ട് ഹിരണ്യശിശുവിന്റെ പ്രഹ്ലാദനെ ഹിരണ്യശിശുവിനെ ദ്രോഷിക്കാൻ തുടങ്ങി. അതായത് ഹിരണ്യശിശു തന്റെ പ്രാർത്ഥനയൊക്കെ അവസാനിച്ച് വന്നപ്പോൾ തനിക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നതും ആ പുത്രൻ ഒരു ചെറിയ കുട്ടിയായിട്ടിരിക്കുന്നതും കണ്ടിട്ട് ആ കുട്ടിയോട് നിനക്ക് ഈ ലോകത്തിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം, എന്താണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആ ഭഗവാനെയാണ് ഇഷ്ടം, ആ ഭഗവാനല്ലാതെ എല്ലാവരെയും ആരാണ് കാത്തുരക്ഷിക്കുന്നത്, അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് ആർക്ക്? ഹിരണ്യശിശുവിന്. തൻ്റെ പുത്രനാണ് എന്നൊന്നുള്ള ചിന്തയൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു കുഞ്ഞാണ് എന്നുള്ള ഒരു സ്വല്പം പോലുമുള്ള ചിന്തയില്ലാതെ ആ പ്രഹ്ലാദനോട് ദേഷ്യം ആരംഭിക്കുകയാണ് ഹിരണ്യശിശു. ഹിരണ്യശിശുവിനെ ഹിരണ്യശിശു തൻ്റെ പുത്രനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് ഇഷ്ടം, എന്താണ് നീ കാണുന്നത്, നീ എന്താണ് പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുകയാണ്, ഓം നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനെ വിശുദ്ധാനുഭവാനന്ദ സന്തോഹായ യഥോഭയം. സപ്തമസ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകം. തസ്മോയിൻ എല്ലാം ഇതിനെയാണോ ആരാണോ എല്ലാത്തിനെയും ഐശ്വര്യവത്താക്കി നിൽക്കുന്നത്, എങ്ങനെയാണ് എല്ലാം നിലനിൽക്കുന്നത്, ആ ശക്തിയെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആ ശക്തിയാണ് എൻ്റെ ആഗ്രഹം, എനിക്കതാണ് ഇഷ്ടം. ഏത് കാഷ്ടത്തെയും ഏത് ഈശ്വരനാണോ നിലനിൽക്കുന്നത് ആ വരത്തെയാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞ് പറയുമ്പോൾ ആ കുഞ്ഞിനോട് അത്യധികം ദേഷ്യമുണ്ടാവുകയും ഹിരണ്യാക്ഷൻ ആ കുഞ്ഞിനെ തന്നെ ദ്രോഹിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. 29-ാമത്തെ ശ്ലോകത്തിൽ പറയുക, നിർവൈര്യായ പ്രശാന്തായ സുസുധായ മഹാത്മനെ പ്രഹ്ലാദേ യതോ ദൃഢ്യോ ധനിഷ്യേബി വരോജിത. ആ കുഞ്ഞിനെ തന്നെ എല്ലാം സഹിക്കുന്നു, ഞാൻ എൻ്റെ ഭക്തനെ ചെയ്യുന്ന ദ്രോഹത്തെ സഹിക്കുകയില്ലെന്ന് ഭഗവാൻ പറയുകയാണ്. ആരെ എന്ത് ചെയ്താലും ശരി, ഹിരണ്യകശിപു ആരെ ദ്രോഹിച്ചാലും ശരി, പക്ഷേ എൻ്റെ ഭക്തനെ ദ്രോഹിക്കുന്നത് ഞാൻ സഹിക്കുകയില്ല എന്ന് നാരദരോട് പറയുകയാണ്. അങ്ങനെ പ്രഹ്ലാദൻ അതിഭക്തമായിട്ട് വളർന്നു. ആ പ്രഹ്ലാദന്റെ ഹിരണ്യകശിപുവിൻ്റെയും തമ്മിലുള്ള സംവാദവും ഹിരണ്യകശിപു വീണ്ടും ആ പ്രഹ്ലാദനെ തൻ്റെ ദൈത്യന്മാരെ കൊണ്ട് മേലെ നിന്ന് ഉരുട്ടി താഴെയിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നതും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നതും എല്ലാ സ്ഥലത്തും വെച്ചിട്ടും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ആ പ്രഹ്ലാദൻ രക്ഷപ്പെട്ടു വരുന്നതും ഒക്കെയാണ് അടുത്ത അധ്യായങ്ങളിലായിട്ട് അധ്യായം ചെയ്യുന്നത്. രാജാവ് വീണ്ടും ഒരു തവണ കൂട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, നീ പറയൂ, എനിക്ക് എന്താണ് ഇഷ്ടം? അപ്പോൾ പറയുകയാണ്, ഗുണൈരമല സംഖ്യേ മാഹാത്മ്യം തസ്യ സൂചിതേ വാസുദേവേ ഭഗവതി എനിക്ക് ആ വാസുദേവൻ മാത്രമാണ് ഭക്തി, അത് മാത്രമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ കൃഷ്ണ രതിയെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങൾ കാണിക്കുക. ചില സമയത്ത് നൃത്തം ചെയ്യുക, ചില സമയത്ത് ഭഗവാനെ സ്മരിച്ചിട്ട് അയ്യോ കാണുന്നത് പുറത്ത് തന്നെ ഭഗവാനെ കാണുന്നത് മാതിരി അഭിനയിക്കുക. പിന്നീട് ആ ഭഗവാനെ കാണാണ്ടിരിക്കുമ്പോൾ അയ്യോ എവിടെയാണ് എൻ്റെ ഭഗവാൻ പോയത് എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ അന്വേഷിച്ച് ഓടിപ്പോവുക. ഇങ്ങനെ ഓരോ നിമിഷവും ആ ഭഗവാനിൽ തന്നെ ലഭിച്ച് ഭഗവാനിൽ തന്നെ ഔപുളകത്തോടു കൂടി ഇരിക്കുന്ന ആ ഭഗവാന്റെ ശബ്ദമാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. ഭഗവാൻ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള, തന്നെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് പുളകിതനാവുക. അസ്പന്ദ പ്രണയാനന്ദ സലിലാമീലിതോ, അപ്പോൾ പെട്ടെന്ന് ഭഗവാൻ തൊടുന്നതില്ല എന്ന് തോന്നുമ്പോൾ കരയുക. ഇങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. സൗത്തമ ശ്ലോകപധാരവിന്ദയോ നിശേവയാ കൃഞ്ജന സങ്കലപ്തയാ തന്മന്വരാമ്യകൃതിമാത്മനാ മുഹു ദുസ്സംഗദീനാന്യമനശ്ശമം വ്യത. ലൗകികവും വൈദികവുമായ എല്ലാ സമയഭാവം, എല്ലാ ലൗകികമായിട്ടുള്ള സർവ്വ ആനന്ദത്തെയും ആ പ്രഹ്ലാദൻ ഉപേക്ഷിച്ചിട്ട് സർവസ്വവും ആ ഭഗവാനാണ്. ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ തന്നെ നിരന്തരം സേവിച്ചുകൊണ്ട് തന്റെ മനസ്സിന് പരമാനന്ദത്തെ അധികരിപ്പിക്കുകയും എല്ലാ വിഷയസംഘത്തെയും ഇല്ലാതാക്കുകയും തൻ്റെ ചുറ്റുമുനിക്കുന്ന എല്ലാവർക്കും പ്രതി ഹിരണ്യകശിപുവിനൊഴികെ ബാക്കി എല്ലാവർക്കും പരമമായ ആനന്ദം മനസ്സിൽ
ആ പ്രഹ്ലാദൻ എവിടെയുണ്ടോ ആ ഭാഗത്തൊക്കെ ആനന്ദവും ശാന്തിയും ജനിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് 43-44 ശ്ലോകങ്ങളിലൊക്കെ ആയിട്ട് പാരായണം ചെയ്തത്. അപ്പോൾ ഭഗവത് സേവാപരമായി ഇങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ ഇത്രയും നല്ല കുട്ടിയെ വീണ്ടും വീണ്ടും ആ പിതാവ് എന്തുകൊണ്ടാണ് ദേവർഷിയെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് എന്ന് ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഭഗവാന്റെ അവതാരം, അതായത് നരസിംഹാവതാരം, ഏറ്റവും മഹത്തരമായിട്ടുള്ള ഭഗവാന്റെ അവതാരം ആണ് ഈ അധ്യായത്തിൽ 8ാമത്തെ അധ്യായം സപ്തമസ്കന്ധത്തില്. പറ്റുന്നവർക്കെല്ലാം കൂടെ ചേർന്ന് പാരായണം ചെയ്യാം. ഓരോരുത്തർ ഓരോ ശ്ലോകമായിട്ട് ഞങ്ങൾ രണ്ടുപേരും പാരായണം ചെയ്യും. ഭഗവാന്റെ അവതാരം ആ അധ്യായത്തിന്റെ ഒടുവിലായിട്ടാണ് വരുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഓം നമോ ഭഗവതേ വാസുദേവായ. 17, 18 ശ്ലോകം, 18, 19 ശ്ലോകങ്ങളിലായിട്ടാണ് ഭഗവാന്റെ അവതാരം. ഭഗവാന്റെ അവതാരത്തിന് ശേഷം മറ്റുള്ള എല്ലാ ദേവന്മാരും ഭഗവാനെ ഭജിക്കുന്നതും ഭഗവാനെ നമസ്കരിച്ചിട്ട് ഭഗവാന്റെ ആ രൗദ്രഭാവം, ആ ഹിരണ്യകശിപുവിനെ വധിച്ചപ്പോൾ ഭഗവാനുണ്ടായ ആ രൗദ്രഭാവം കണ്ട് എല്ലാവരും ഭയപ്പെടുകയാണ്. ലക്ഷ്മി ദേവിയൊക്കെ സാധാരണ അവതാരം പാരായണം ചെയ്തിട്ടാണ് നിർത്താറ്. നമുക്ക് ഭഗവാനോടുള്ള സ്തുതിയും പാരായണം ചെയ്തില്ലെങ്കിൽ രാവിലെ എല്ലാവരും ഉണ്ടാവാത്തതുകൊണ്ട് ഇപ്പോൾ പ്രഹ്ലാദ സ്തുതിയും പാരായണം ചെയ്തിട്ട് ഇന്നത്തെ പാരായണം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത അഷ്ടമോധ്യായ. നാരദോവാച അത ദേവ്യസുധാ സർവേ ശ്രുത്വാ തദനുവർണിതം ജഗുർനിരവൃത്യാനിവകുർപനുശിക്ഷിതം. പുത്രം മനോദതേ. ആ പ്രഹ്ലാദനൻ തന്റെ അത് വായിക്കുമ്പോൾ പറഞ്ഞാൽ മാത്രമേ അത് എന്താണ് പാരായണം ചെയ്യുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. സമയം വൈകുമെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കുമ്പോൾ അത് മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ആ മകന്റെ ആ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല അത്രേ. ദേഷ്യം, കോപാവേശ ശലദ്ഗാത്ര പുത്രം ബന്ധു മനു, പുത്രനെ കൊല്ലാനുള്ളത്ര അതി വന്നിട്ട് അത്രയ്ക്കും ദേഷ്യത്തോടു കൂടിയിട്ട് ആ ഹിരണ്യകശിപു അവനോട് ദേഷ്യപ്പെടുകയാണ്. ഓം ശ്രീകൃഷ്ണായ നമഃ. പ്രശ്രയാവനദന്താന്തം വൃദ്ധാഞ്ജലിമവസ്ഥിതം സർവപദാഹത ഇവ ശ്വസൻ പ്രകൃതിധാരണാം. ഓം ശ്രീകൃഷ്ണായ നമഃ. ക്രുദ്ധസ്യ കമ്പത്തെ ത്രയോ ലോകാസഹീശ്വര തസ്യ മേ ഭീതവാൻമൂഢ ശാസനം കിം ബലോദ്യത. ത്രികു ദേശത്തോടെ മുൻലോകവും വിറക്കുന്നത് മാതിരി ആ ദൈത്യേശ്വരൻ ആയിട്ടുള്ള ഹിരണ്യകശിപു ബഹളം വെച്ചു എന്ന് നാരദർ യുധിഷ്ഠിരർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് സന്നദ്ധം. എന്ത് കണ്ടിട്ടാണ് നീ ഇങ്ങനത്തെ അഹങ്കാരം കാണിക്കുന്നത്? എന്റെ കൽപ്പനയെ നീ എന്തുകൊണ്ടാണ് ലംഘിക്കുന്നത് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നവരോട് പറയുകയാണ്. ആ ഭഗവാന്റെ ബലം തന്നെ, വേറെ ഒരു ബലവും എനിക്കില്ല. സൈശ്വരകാല ഉരുക്രമോസ ഓജസ്സഹസ്വത്വപരേന്ദ്രിയാത്മാ സവിശ്വവിശ്വം പരമസ്വശക്തിഭി സുജന്യവർത്യത്തി ഗുണത്രയേശ. സാധോ സമോഹ പ്രഭവാകുതത്വരേ. ഓം ശ്രീകൃഷ്ണായ നമഃ. വ്യക്തം തമ്മർത്തകാമോസി യോഗി മാത്രം വിഗതസേ മൂർഷൂണം ഹിമന്താത്മന്നസ്യോ വിപ്ലവഗിരാ.
യസ്ത്വയാ മന്ദഭാഗ്യോക്ത മദന്യോ ജഗദീശ്വര. അതെ. കാസോ ഇതി സ സർവത്ര കസ്മാത് സ്തംഭേന ദൃശ്യതേ. സോഹം വിഗതമാനസ്യ ശിരകായാധരാവിലേ ഗോപായേന കൽക്കാദ്യാലത്തെ ശരണമിപ്സിതം. ഓം ശ്രീകൃഷ്ണായ നമഃ. ഭഗവാൻ എവിടെയാണ്? എന്റെ ഭഗവാൻ, നീ മന്ദഭാഗ്യനായിട്ടുള്ളവരാണ്. എവിടെയാണ്? എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് നീ പറയുന്നുണ്ടല്ലോ. നിന്റെ ഭഗവാൻ എവിടെയാണ്? ഈ സ്തംഭത്തിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയും എവിടെയും എൻ്റെ ഭഗവാനുണ്ട്, എല്ലാ സ്ഥലത്തും എൻ്റെ ഭഗവാനുണ്ട് എന്ന് പ്രഹ്ലാദൻ പറഞ്ഞതനുസരിച്ചിട്ട് ഈ സ്തംഭത്തിലുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്തംഭത്തിന് ഒരു തൂണ് അവർ രാജധാനിയിൽ തന്നെയുള്ള ഹിരണ്യശിബുവിന്റെ രാജധാനിയിൽ വെച്ചിട്ടാണ് വീണ്ടും ഈ സംവാദം ഉണ്ടാകുന്നത്. അപ്പോൾ ഹിരണ്യശിബു ദേഷ്യത്തോടു കൂടിയിട്ട് ആ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് ആ സ്തംഭത്തിലേക്ക്, സമയം സന്ധ്യയായിരുന്നു, സന്ധ്യാസമയത്ത് ഏകദേശം പകലുമല്ല രാത്രിയുമല്ല, അങ്ങനെയുള്ള ആ സമയത്ത് ആ സ്തംഭത്തിൽ ഹിരണ്യകശിപു വളരെയേറെ കോപത്തോടു കൂടി ആഞ്ഞടിക്കുകയും ആഞ്ഞടിച്ചപ്പോൾ അവിടെ നിന്ന് തൻ്റെ ഭക്തന്റെ വാക്കുകൾ സത്യമാക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി സ്തംഭത്തിൽ നിന്നും ആ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്. എല്ലായിടത്തും എൻ്റെ ഭഗവാനുണ്ട്, എവിടെ നോക്കിയാലും ഉണ്ട്, ഭഗവാനാണ് സർവത്ര എന്ന് പറഞ്ഞപ്പോൾ ഈ സ്തംഭത്തിലുണ്ടോ എന്ന് പറഞ്ഞ് ആ തൂണിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ ആ സ്തംഭത്തിൽ നിന്നും ഭഗവാൻ ആ ശരീരത്തോടു കൂടിയിട്ട്, അതായത് ശരീരം മനുഷ്യൻ്റേത്, മുഖം സിംഹത്തിൻ്റേത്. അപ്പോൾ മനുഷ്യനുമല്ല മൃഗവുമല്ല, സന്ധ്യയുമല്ല രാത്രിയുമല്ല പകലുമല്ല, സന്ധ്യാസമയം. ഭൂമിയിൽ വെച്ചും കൊല്ലാൻ പാടില്ല, ആകാശത്തും വെച്ച് കൊല്ലാൻ പാടില്ല. അപ്പോൾ തൻ്റെ തൃത്തുടയിൽ വെച്ചിട്ട് മടിയിൽ വെച്ച് കടിച്ച് പായോണ്ടും തൻ്റെ ആയുധം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ മൂർത്തിട്ടുള്ള ഭഗവാന്റെ നഖങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ പാരായണം ചെയ്യാൻ പോകുന്നത്. ആ നഖങ്ങളെ കൊണ്ട് വലിച്ചു കീറി, വയറ് വലിച്ചു കീറി കുടൽമാലയെടുത്ത് കഴുത്തിലിട്ട് ആ രൗദ്രഭാവം വന്നോടനെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ പുത്രനെ, തൻ്റെ പ്രഹ്ലാദനെ ഈ ഹിരണ്യകശിപു ദ്രോഹിക്കുന്നതിനുള്ള ആ കോപം ഭഗവാന് അടക്കാൻ കഴിയില്ല. കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് വരുന്നത് വരെ ഭഗവാന്റെ ആ രജസ് സ്വഭാവം വളരെ ഭയങ്കരമായിട്ട് കാണിക്കുന്ന ആ സ്വഭാവം അവിടെയാണ് കാണപ്പെടുന്നത്. തൻ്റെ ഭക്തനെ ദ്രോഹിക്കുകയോ തൻ്റെ ഭക്തനെ അപമാനം ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ ഭഗവാൻ എത്രത്തോളം രൗദ്രനായി തീരും എന്ന് നമുക്ക് നമ്മുടെ എല്ലാ പുരാണങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഭഗവാന്റെ കയ്യിലും ആയുധം കാണും. ഈ ആയുധം ദുഷ്ടരെ നിഗ്രഹിക്കാൻ, തൻ്റെ ഭക്തന്മാരെ ദ്രോഹിക്കുന്നവരെ, നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുന്നവരെ ദ്രോഹിക്കുന്നവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഭഗവാൻ എല്ലാ ദേവന്മാരുടെയും ദേവിമാരുടെയും നമുക്ക് കാണാൻ കഴിയും ആയുധം ഉണ്ടാകുന്നത് അവരെ രക്ഷിക്കാനല്ല. ഭഗവാനെ തന്നെ രക്ഷിക്കേണ്ട ഒരു ആവശ്യവുമില്ല. തൻ്റെ സ്വയരക്ഷയ്ക്കല്ല, തൻ്റെ ഭക്തന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എല്ലാ ഭഗവാന്മാരും കയ്യിൽ ആയുധം കൊണ്ടുപോകും. അസുരന്മാരും മറ്റും ഭക്തന്മാരായിട്ടുള്ളവരെ ദ്രോഹിക്കുമ്പോൾ അത് ഭഗവാന് സഹിക്കാൻ പറ്റില്ല. ലോകരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ എല്ലാ ദേവന്മാരുടെ കയ്യിലും നാം ആയുധം കാണുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാതെ ഭഗവാന് സ്വയരക്ഷയ്ക്കായിട്ട് വേണ്ടിയിട്ട് വാളും കുന്തവും ചക്രവും ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എപ്പോഴും നമുക്ക് കാണാം ഭഗവാൻ തൻ്റെ ചക്രം തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അയക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ സോഹം ഏവം ദുരുക്തേ മുഹുരുദ്ധയനുഷ സുഖം മഹാഭാഗവതം മഹാസുര ഗഡ്രം പ്രഗൃഹ്യോത്പതിതോ വരാസനാത് സ്തംഭം തഥാടാതി ബലസ്വമുഷ്ടിന. ആ സ്തംഭത്തിലേക്ക് ആഞ്ഞടിച്ചത്ര തൻ്റെ കൈകൊണ്ടാണ് അത്ര ആഞ്ഞിപ്പം മുട്ടി കൊണ്ട് സ്തംഭത്തിലേക്ക് ആഞ്ഞടിച്ചു. ഈ സ്തംഭത്തിൽ നിന്റെ ഭഗവാനുണ്ടോ കാട്ടിത്തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആഞ്ഞടിച്ചു അത്ര. തദൈവ തസ്മിൻ നിനദോതി ഭീഷണോ ബഭൂവ യേനാണ്ടകടാഹസ്ഫുട യം വൈ സുവിഷ്ണോപഗതം ത്വജാതയാ ശ്രുത്വാ സ്വതാമപ്രിയമംഗമേനിരേ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അങ്ങനെ ആഞ്ഞടിച്ചപ്പോൾ അവിടെ നടന്ന സംഭവമാണ് പറയാൻ പോകുന്നത്. സവിക്രമൻ പുത്രവതീ സുരോജസാ നിശബ്ദനിർഘാതമപൂർവമദ്ഭുതം അദ്ദസ്സഭായാമ്യതദസ്സതത്വദം വിദ്രത്രശൂന്യേനൈസുരാരീയൂഢവാ.
സത്യം വിരാഗം വിജകൃത്യഭാഷിതം വ്യാപ്തിന്റെ ഭൂതേശാത്മന അദൃശ്യത അത്ഭുത രൂപമുദ്രവൻ തമ്മേ സഭായ ന മൃഗം ന മാനുഷം സത്യം വിരാഗം വിജകൃത്യഭാഷിതം വ്യാപ്തിന്റെ ഭൂതേശാത്മന അദൃശ്യത അത്ഭുത രൂപമുദ്രവൻ തമ്മേ സഭായ ന മൃഗം ന മാനുഷം സസത്വമേനം പരിതോ വിപശ്യൻ തമസ്യ മധ്യാകൽനിർജിഹാനം നായം മൃഗോ നാഭിനരോ വിചിത്രം അഹോ വിവേകന്ന മൃഗേന്ദ്രരൂപം മീമാംസമാനസ്യ സമുദ്ധിതോ കൃതോ ഋഷിംഹരൂപത്തകലം ഭയാനകം പ്രദത്ത ചാമീകര ചണ്ഡലോചനം പുരസ്ഫുടാക്കേശരംപിതാനം കരാളദൃഷ്ടം കരവാളചഞ്ചലം ചുരാന്തജിഹ്വം പ്രകുടീമുഖോർഗണം സബ്ദോത്രകർണം ഗിരികന്ധരാത്മകം വ്യാഘ്രാസനാസം ഹനുഭേദഭീഷണം ദിവിസ്പൃശത്കായമതീകതീവരം വ്യോൽവക്ഷസ്തരമധ്വമധ്യമം ചന്ദ്രാസുഗൗരീശ്വരിനന്ദനൂർവേ വിഷദ്ഭുജാനീകശതം നഖായുധം ദുരാസതം സർവനിജേധരായുധ പ്രവേഗവിദ്രാവിതൈക്യദാനമം പ്രായീണമേയം ഹരിണോരുമായ വദസ്മൃതോനേന സമുദ്യതേന കിം ഏവം ഭുവന്തത്വതയുധോ നദന്തസിംഹം പ്രതിദൈത്യ കുഞ്ജര തിരോഗ്നോ പതിതപദംഗമോ യഥാസിംഹോ യസിതോ സുരസ്തതാ നദദ്വിചിത്രം ഖലു സത്വതാമണി സ്വതേജസായോരു പുരാ വിവർത്തമാ തദോവി പദ്യാഖ്യനമന്നമസുരോ ഋഷാസിംഹം ഗതയോരുവേഗയാ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തമ്മിക്രമന്തം സ്വഗതം ഗദാധരോ ൈതസ്തദാസുരോ വിക്രീഡോ യത്വദുർമദാ അസാധ്വമന്യന്തോക്രസോമരാ ഗണച്ഛതാ ഭാരത സർവദിശ്യവ തമ്മന്യമാനോ നിജനീയസംഗീതം യദ്വസ്ത്വമുക്തോർമുദരീം മഹാസുരാ പുനഃതമാ സജ്ജത ഖഡ്ഗകർമ്മണി പ്രഗൃഹ്യ വേഗേന നിദസ്രമോ ഹൃദേ തം ശേനവേഗം ചലചക്രവർമ്മണി ചരന്നമത്ര അച്ഛിദ്രൂപര്യധൂപരി തദ്വാട്ടഹാസം വരപുശ്രലോഭണം നിമീലിതാക്ഷം ജഗ്ഗേ മഹാജവാ വിശ്വപുരം ഗ്രഹണാതുരം ഹരി വ്യാലോയാഖ്യം പുരിശാദോത്വജം ദ്വാരൂര്യ ആപാദ്യ ദധാരലീലയാ നഖീര്യദാഖിം കരുണോ മഹാവിശം സംരംഭതുകേശ കരാളലോചനം വ്യാഖ്യാനാന്തം ഗിരിസിംഹസ്വയാ അസുഗ്രവാദനോ വിദാംഗമാനീ ദിവഗദ്യയാനി നവാകുലോ പാണിനസരോരുഹം വിശുദ്ധ്യ തസ്യാനുചരാനുകായുധം അഹം സമന്താന സസ്ത്രപാതിനി രോദണ്ഡയതോരുപദാസഹസ്രശാ സദാ വധൂകാജലതാപരാപനം രഥാശതം ദൃഷ്ടിവിമിഷ്ടരോജിഷ അബോധയശ്വാസഹതാര്യക്ഷുഭു നിർഭാഗപീതാവിവാവിജകൃഷു ദൗസ്തലോക്ഷ്യപ്രവിമാനസങ്കുല പുറസ്വൽപദാപീഡിത ശൈലാസമുത്തേജമുഷ്യജം ഹസ തദ്ദേജസാകം കകുപോലരേജിരേ തദസ്സമായാ ഉപവിഷ്ടമുത്തമേ നൃപാസനേ സംവൃതതേജസം വിഭും അലക്ഷിതേ ദ്വൈതമർശനം പ്രചണ്ഡവക്രം നവപാലകസനാം നിശമ്യലോകത്രയമത്വമുജ്ജലം കമാദിദൈത്യം ഹരിനാഹതം ഹൃദേ പ്രദർശവേവോപരിതാനനാമുഃ പ്രസൂനവർഷേലോഷുസുരസ്ത്രിയാ തഥാ വിമാനാവലിഘ്നഭസ്തരം ദിദിക്ഷതാ അങ്കുലമാസനാഖിനാം സുരാനധാതുതയോധജഗ്നിരേ ഗന്ധർവമുഖ്യാനുജപ്രിയാ തന്ത്രോപവൃത്യാ വിരുദാ ബ്രഹ്മേന്ദ്രശാസാദയാ വിഷയപിതരസിതാ വിദ്യാധരമോരികാ മനവപ്രജാനാം പതിയോ ഗന്ധർവാപ്രജാ
യക്ഷം കിന്ന കിംസോഷാസ്താത വേതാള സിദ്ധ കിന്നര ദേ വിഷ്ണു ഭാഷതാ സർവേ സുനന്ദകുമാരയ മൂർത്തി കർത്തരിപുര അസീനം നിലപ്രദേശം ഇരിയേശാകുലം നാദികുണ്ഡജലാപുര. ഓം ശ്രീ കൃഷ്ണായ നമഃ. ആ ഭഗവാന്റെ ആ എന്താണ് പറയേണ്ടത്, അത്രയ്ക്കും മഹത്തായ ഒരു അവതാരം, അത്രയ്ക്കും എല്ലാവരെയും പേടിപ്പിച്ചതും ഭയാനകവും രൗദ്രതരവും അതേസമയം എല്ലാവർക്കും പുളകം നൽകുന്നതുമായിട്ടുള്ള ഒരു അവതാരം ഉണ്ടായിട്ടേയില്ല. ആദ്യം മുതൽ നമുക്കറിയാവുന്നതാണ് മത്സ്യാവതാരം, കൂർമാവതാരം, ഇപ്പോൾ നാളെ ഭഗവാന്റെ അവതാരം ശാന്തസ്വരൂപിയായിട്ട് കുട്ടിയായിട്ട് നാളെ വൈകുന്നേരം ഈ സമയത്ത് ശ്രീകൃഷ്ണൻ അവതരിക്കുന്നതാണ്. ഇങ്ങനെ അനേകം വാമനൻ, പരശുരാമൻ, എല്ലാ അവതാരങ്ങളും ആ ശാന്തസ്വരൂപിയായിട്ടും പല സ്ഥലത്തും വളരെ സൗമ്യശീലനായിട്ടും കുഞ്ഞായിട്ടും ഒക്കെ ജനിക്കുകയാണ്. ഈ ഒരു അവതാരം മാത്രം അതിരൗദ്രമായിട്ട് ഇതിന് എല്ലാ ദേവന്മാർക്കും കിന്നരന്മാർക്കും പ്രജകൾക്കും സർവർക്കും ഈ ഭഗവാന്റെ അവതാരത്തിൽ ഹിരണ്യശിശുവിനെ വധിക്കുന്നത് കണ്ടിട്ടുള്ള ആ ഓം നമോ ഭഗവതേ വാസുദേവായ ആ ഭഗവാന്റെ അതിഗംഭീരമായിട്ടുള്ള അവതാരം. ആ തൂണിൽ ഭഗവാന്റെ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ച് കൈകൊണ്ടടിച്ചപ്പോൾ അവിടുന്ന് പെട്ടെന്ന് ആ നരസിംഹാവതാരം ആവിർഭവിക്കുകയും ആ ഗരുഡൻ എങ്ങനെയാണോ പിടിച്ചു കൊണ്ടുവരുന്നത് ഗരുഡൻ ഭഗവാനെ ഒരുപാട് ശ്ലോകങ്ങളിലായിട്ടാണ് വർണ്ണിക്കുന്നത്. സത്യം ആ തൻ്റെ നിജകൃത്യ ഭാഷിതം സത്യമാക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ ഭൂതങ്ങളിലുമുള്ള ആ ഭഗവാൻ, സർവസ്വ വ്യാപിച്ചു കിടക്കുന്ന ഭഗവാൻ ഒരു നരസിംഹത്തിന്റെ രൂപത്തിലായിട്ട് ആ സ്തംഭത്തിൽ നിന്നും പൊട്ടി പുറപ്പെട്ടു. അത്രയ്ക്കും മഹാനായിട്ടുള്ള ആ തൻ്റെ വത്സനായിട്ടുള്ള ആ പ്രഹ്ലാദനെ ഹിരണ്യകശിപു ദ്രോഹിക്കുന്നത് കണ്ടിട്ട് സഹിക്കാനും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇതായിട്ടുള്ള കോപത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ അവതരിച്ച് വന്നത്. മൃഗവുമല്ല, മൃഗം മനുഷ്യം, മൃഗവുമല്ല മനുഷ്യനുമല്ല. ആ സ്തംഭത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടു വന്ന മൃഗത്തിന്റെ വിചിത്ര രൂപമായിട്ടാണ് ഇവിടെ വിചിത്രം എന്ന് തന്നെയാണ് വർണ്ണിക്കുന്നത്. വിചിത്ര രൂപമായിട്ടുള്ള ചണ്ട, ഒരുപാട് മുടികളും ഇതുമൊക്കെയായി കരാളമായിട്ടുള്ള ദൃശ്യങ്ങളോടും നല്ല വലിയ നഖങ്ങളോടും കൂടിയിട്ടുള്ള അദ്ദേഹം ആ ഭഗവാൻ ഹിരണ്യകശിപുവിനെ പിടിച്ചു വലിച്ചെടുത്തത്രേ. അദ്ദേഹം യുദ്ധം ചെയ്യാനൊക്കെ ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. ഒരു ഗരുഡൻ എങ്ങനെയാണോ തൻ്റെ ഇരയെ പിടിച്ച് ഇരുത്തുന്നത് അതുമാതിരി പടിയിൽ അകത്തുമല്ല പുറത്തുമല്ല എന്നുള്ള ആ കൊട്ടാരത്തിൻ്റെ പടിയിൽ നരസിംഹം ഭഗവാൻ ഇരുന്നിട്ട് അവനെ തുടയിൽ വെച്ച് തൻ്റെ രണ്ട് കൈകൊണ്ടും തൻ്റെ കയ്യിലുള്ള നഖങ്ങൾ കൊണ്ട് വയറി കീറി ആ കുടൽമാലയെല്ലാം എടുത്ത് തൻ്റെ കഴുത്തിൽ അണിഞ്ഞിട്ട് രക്തം അങ്ങനെ പാനം ചെയ്തു എന്നാണ് പറയുന്നത്. മുഖത്തിലും ജടയിലുമൊക്കെ രക്തമായിട്ട് പിന്നീട് അട്ടഹസിക്കാൻ തുടങ്ങിയത്രേ. കൃത്വാട്ടഹാസം കരമുത്സ ലോൽപണം, ഭയങ്കരമായിട്ട് ആ നരസിംഹാവതാരം മൂർത്തി അട്ടഹസിക്കാൻ തുടങ്ങി. അങ്ങനെ അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന നരസിംഹമൂർത്തിയെ കണ്ട് എല്ലാവരും ഭയപ്പെട്ടു. അതിന് ഇപ്പോൾ ഈ അസുരന്മാർ മാത്രമല്ല, ദേവന്മാരായിട്ടുള്ളവരും അവിടെയുള്ള ബ്രഹ്മാവടക്കം ഇതിന് ലക്ഷ്മി ദേവി പോലും ആ നരസിംഹരൂപിയെ കണ്ടിട്ട് ഭയന്നുപോയി. അവരൊക്കെ ആ ഭഗവാനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി പല വിധത്തിലും ശ്രമിച്ചു, പക്ഷേ ആർക്കും സാധിച്ചില്ല. ഓരോരുത്തരും തന്നെ കൊണ്ടാകുന്ന വിധം സ്തുതിച്ചു. എങ്ങനെ സ്തുതിച്ചിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും ആ ഭഗവാന്റെ ആ രൗദ്രഭാവം അടങ്ങുന്നേ ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴും നരസിംഹാവതാരമുള്ള എല്ലാ അമ്പലങ്ങളിലും നരസിംഹത്തിന്റെ ഈ ഗർജനം ചിലപ്പോൾ കേൾക്കുമത്രേ. പക്ഷേ നരസിംഹത്തിന്റെ ഗർജനം പോകാൻ വേണ്ടി പ്രഹ്ലാദനെയല്ല, ഈ നമ്മുടെ രാമായണത്തിലെ സുന്ദരകാന്ഡമാണത്രേ പാരായണം ചെയ്യുക. രാമായണത്തിലെ സുന്ദരകാന്ഡം പാരായണം ചെയ്താൽ ആ ദൈവത്തിന്റെ കോപം അടങ്ങുകയും സൗമ്യനായി തീരുകയും ചെയ്യും എന്ന് പറയപ്പെടും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനെ സുന്ദരകാന്ഡം പാരായണം ചെയ്യാനായിട്ട് തന്നെ ഒരു കുടുംബത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ പല സ്ഥലത്തും നാമക്കല്ലിലുള്ള ഒരു നരസിംഹമൂർത്തിയുടെ മുന്നിൽ സുന്ദരകാന്ഡത്തിന്റെ നായകനായിട്ടുള്ള ഹനുമാനെ മുന്നിൽ വളരെ വലിയൊരു ഹനുമാനെ പ്രതിഷ്ഠിച്ച് കാണാം. അങ്ങനെ എല്ലാ സ്ഥലത്തും കാണാം നരസിംഹമൂർത്തിയുടെ പ്രതിമയോ നരസിംഹമൂർത്തിയുടെ ഇതില്ലാത്ത സ്ഥലങ്ങൾ. ഇത് എല്ലാം ഗുരുവായൂരിൽ തന്നെ
നേരെ രണ്ടുള്ള ആ രണ്ട് ഭാഗത്തും നരസിംഹമൂർത്തിയുടെ വലിയ ചിത്രമാണ് വച്ചിരിക്കുന്നത്. അത്രയ്ക്കും ശക്തിയേറിയതാണ് ആ മൂർത്തിയുടെ അവതാരം. തന്റെ വത്സലനായിട്ടുള്ള തന്റെ ഭക്തനെ രക്ഷിക്കാൻ ഭഗവാൻ സ്വീകരിച്ച ആർക്കും ഇല്ലാത്ത ഒരു ഭയങ്കരമായ രൂപം സ്വീകരിച്ച് തന്റെ ഭക്തനെ സംരക്ഷിച്ചു എന്നുള്ള ആ ഒരു രൂപം എവിടെയും എല്ലാറ്റിനും മുഖ്യമായിട്ടാണ് കരുതപ്പെടുന്നത്. ശിവന്റെ അമ്പലങ്ങളിൽ, എല്ലാ ശിവന്റെ അമ്പലങ്ങളിലും പടിഞ്ഞാറ് വശത്ത് നോക്കിയാൽ നരസിംഹമൂർത്തിയെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ ദേവന്മാരും അത്യധികം പൂജിക്കുന്ന, എല്ലാ ദേവന്മാരാലും സ്തുതിക്കപ്പെട്ട ആ നരസിംഹമൂർത്തിയെ ഇപ്പോൾ ഇവിടെ ബ്രഹ്മാവ്, രുദ്രൻ, ഇന്ദ്രൻ, മറ്റുള്ള എല്ലാ ദേവന്മാരും സ്തുതിക്കുകയാണ്. അവർ സ്തുതിച്ചിട്ടൊന്നും ഭഗവാന്റെ ദേഷ്യം രൗദ്രഭാവം മാറുന്നില്ല. അപ്പോൾ ബ്രഹ്മാവ് ആലോചിച്ചിട്ട് പ്രഹ്ലാദൻ മാത്രമാണ് ഇതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞായിട്ടുള്ള പ്രഹ്ലാദനോട് സ്തുതിക്കാൻ പറയുകയും ആ വളരെ ചെറിയ കുഞ്ഞായിട്ടുള്ള പ്രഹ്ലാദൻ അതിമനോഹരമായിട്ട് അത്യധികം ശ്ലോകങ്ങളിൽ ആ ഭഗവാനെ സ്തുതിക്കുന്നതുമൊക്കെയാണ് 9ാമത്തെ അധ്യായത്തിൽ. ഈ അധ്യായത്തിൽ ഇനി ബ്രഹ്മാവുദ്ധൻ മറ്റുള്ളവർ സ്തുതിക്കുന്നതാണുള്ളത്. എല്ലാവർക്കും ചേർന്നുകൊണ്ട് സ്തുതി ജപിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ബ്രഹ്മോവാച നദോസ്മനന്തായ ദുരന്തശക്തയേ വിചിത്രവീര്യായ പവിത്രകർമ്മണേ വിശ്വസ്യ സർഗസ്ഥിതി സംയമാൻ ഗുണേ സുലീലയാ സംഗദേവയാത്മനേ. ശ്രീരുദ്രോവാച കോപകാലോ യുഗാന്തസ്തേ അദോയം സുരോത്പകം തത്സുഗന്ധ്യമാപസ്തുതം ഭക്തം ദേവത്വത്സലാ. ഇന്ദ്രോവാച പ്രത്യാഗീതാ പരമഭവതാത്രായദാനസ്വഭാവ ദൈത്യാക്രാന്തം ഹൃദയകമലം തദ്ഗൃഹം പ്രത്യബോധി. കാലഗ്രസ്തം പ്രിയതിതമഹോ നാദശുശ്രൂഷതാംബേ മുക്തിസ്തേഷാം നഹി ബഹുമതാ നരസിംഹാപരീകിം. ഋഷയാവൂചു ത്വന്നസ്തവ പരമമാത്മനിധാത്മതേജോ ഏനീതമാദിപുരുഷാത്മഗതം സസജ്ജ. ദേർവിപ്രലുപ്തം മുനമാദ്യ ചരണ്യപാല രക്ഷാഹീതവപുഷാ പുനർനമസ്താ. പിതരാവൂചു സാധാനിമുതിമുചേ രസബന്ധനുജേ ദത്താനി തീർത്ഥസമയേ പിബവദ്ധിരാഹു തസ്യോദരാണ്യം യോനോ ഗതിം യോഗസിദ്ധമാസാസ്തു ആഹാരശീ യോഗതപോഫലേന നാനാതത്വോത്പന്നഗേ നിർദധാര തസ്മൈ തുഭ്യം പ്രണതാസ്മോ സിംഹ. വിദ്യാകരാവുചു വിദ്യാകൃതധാരണയാനുരാഗം നിഷേധജ്ഞോ ബലവീരദുക്ത സയേന സംഖ്യേ പശുവർദ്ധരസ്തും മായാസിംഹം പ്രണതാസ്മനിന്യം. നാഗാവൂചു യേന പാപേന രത്നാനി ശ്രീരത്നാനി പ്രാണിന തദ്വക്ഷപാടനേനാസം ദത്താനന്ദ നമോസ്തുതേ. മനവാവൂചു മനവോ വയം തവ ദിനേശകാരിണോ വിഹിതേന ദേവാ പരിപൂർണസേതവ ഭവതാകലസ്യ ഉപസംഹൃത പ്രഭു കരവാമദേ കിം മനുഷ്യാദികിങ്കരാ. പ്രജാപതയാവൂചു പ്രജേശാ വയം ദേ പരേശാ വിശിഷ്ടാ നയേന പ്രജാ വൈസുജാമോ നിഷിദ്ധ സയേശത്വയാ ഭിന്നവക്ഷാനുഷേദേ ജഗന്മംഗളം സത്വമൂർത്തേവതാരാ. ഗന്ധർവാവൂചു വയം വിബോധേ നരനാട്യനായക യേനാത്മസാക്ഷീയ ബലം നിജസാകൃത സയേഷ ഗീതോ ഭവദാദശാമി മാം കിമുത്പദസ്സകുശലായ കൽപ്പതേ. ചാരണാവൂചു ഹരേ തവാന്തി പങ്കജം ഭവാപവർഗമാശ്രിത യദേശ സാധു നിശ്ചയസ്ത്വയാ സുരാ സമാഹിത. ഇച്ഛാവൂചു വയമഞ്ജനത്യാ കർമ്മഭിസ്തേ മനോജ്ഞേ സൈഹ വിസുത്തേന പ്രാഹിതാ വാപകത്വം സനുജന പരിതാപം സകലം ജാനാദേ നരഹരം വനീത പഞ്ചതാം പഞ്ചവിംശ. കിം പുരുഷാവൂചു വയം കിം പുരുഷാസ്തൗ മഹാപുരുഷ ഈശ്വര അയം പുരുഷോ നഷ്ടോ വികൃത സാധുഭിര്യതാ. വൈതാളികാവൂചു സഭാസു സത്രേഷു തവാമലം യശോ
ഓം ശ്രീ കൃഷ്ണായ നമഃ. വിഷ്ണു ഭാഷകാവൂജു അദ്വൈതരി നരരൂപമദ്ഭുതം ദൃഷ്ടം ന ശരണതസ്തവലോകശർമ്മ സോയം ദേവികരീശ്വരി പ്രശസ്ത തസ്യേദം വിദമായ വിദ്വാൻ. ഓം തത്സത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം സപ്തമസ്കന്ധേ പ്രഹ്ലാദാനുചരിതേ ദൈത്യരാജവദേ നൃസിംഹസ്തവോ നാമ അഷ്ടമോധ്യായः. സർവത്ര ഗോവിന്ദ एवं सुरादय सर्वे ब्रह्मरुद्र पुरस्सरा नोपेयोमसगन्मन्यो संरम्भं सुदुरासदं साक्षात् श्री प्रेषिता देवी दृष्टा तन्मकल्पुतम् अदृष्टा सुरपूर्वता सा नो प्रियाय सन्निधा. प्रह्लादं प्रेषयामास ब्रह्मावशितमन्ये तदत्पुषमयोपेहि सुविप्रेषुविदं प्रभुं तदेति शनिदेयाञ्जन् महाभागवतोर्भगा उभेद्यकायेन ननामृताञ्जलि स्वभागमूले परिदन्तमर्पगं विलोक्यदेवा कृपया परिप्लुता उत्थाप्य तत्शीलददात्तराकुजं कालाग्निविक्रस्तवयामृताभयं सतर्करस्पर्शदुदाकिलाशुभा सबध्यविव्यक्तपरात्मदर्शना तत्पादपद्मं हृदिनिर्वृतो वदो ऋष्यन्तनुर्विघ्नहृदस्सुलोचना अस्तौ शीतलिमेघाग्रं मनसा समाहिता प्रेमकृतया वाचा तन्यस्तहृदयेक्षणा. ॐ श्रीकृष्णाय नमः. प्रह्लादो वाचा नारादितं प्रियमुले जन्माविविधो किं दोस्तुमर्करिसमे हरिविप्रजाते. मन्ये तदर्पितमनोवचनेरिदाता प्राणं पुनादिसकुलं नदुभूरिमाना. तस्मादकं विगतविक्रम ईश्वरस्य सर्वात्मना विगृणामि यथा मनीषं नीचोजया गुणविसर्गमनुप्रविष्ट भूयेदयेन विपुमाननुवन्मितेन. लोकास्य निर्वृतिमितापदयन्ति सर्वे रूपं नृसिंहविभयाय जना स्मरन्ति. सोहं प्रियस्य सूर्तः परदेवताय लीलाकथास्तवं सिंहविधिञ्जगीता अन्यनुगुणं गुणविप्रमुक्तो दुर्गाणि ते पदयुगालय हंससङ्घः. यस्मिन्यतो यस्य येन च यस्य यस्मात् यस्मै यदा यद्वयस्त्वपरपरो वा भावकरोति विकरोति पृथक् स्वभावा संयोजितस्तदखिलं भवतः स्वरूपम्.
കർമ്മമയം വലിയ കലിയിൽ തോതുകുണാൽ മലീന പുംസ ചന്തോമയം യതിയാട്ടോടശാനം സംസാരതന്മയ കൂടിതൊരെത്തതന്യ സത്വം തിരിച്ച വിഹിതാത്മഗുണസ്വഭാവ്യ കാലോവശീകൃശക്തി ചക്രേ വിശിഷ്ടമതീശ്വര ഷോഡശാലേ നിഷ്ക്രീഡ്യമാനമുപകർഷ വിഭോ പ്രപന്നം ത്രികാമയ വിഭോ വിലധിഷ്ഠ്യമാനം അയസ്യോഭ്യോ യച്ഛരിതന്യനോയം യേസ്മത് പിരുകുലഹാസമുജം വിദഭ്രൂ വിസ്ഫുരിതേന വിദാസതുതേരസ്താ തസ്മാനം തദുകാമകമാശിശോജ്ഞാ ആയുഷ്യം വിവമേന്ദ്രിയമാവിരിഞ്ചാൻ നേച്ചാമിരിയെ വിപുലിതാൻ ഉരുവിക്രമേണ കാലാത്മനോപനയമാം നിജഭൃത്യപാർശ്വം കുദ്രാശിശസ്വ സുഖാമകുതിരൂപ കേളങ്കളേ പരമശീലമിതം വിരോഹ യവിദ്യതേനോ ജനയോ യദപീതി വിദ്വാൻ കാമാനലമുകുലവേ സമേന്ദുരാപൈ കാഹം രജപ്രഭവീശതമോദികേസ്മിൻ ജാതസ്തുലേതരകുലേ ത്വതവാനുകമ്പ ന ബ്രഹ്മണോ നതു ഭവസിനയൈരമായ യന്മേൽ ശിരസി പത്മകരപ്രസാദ നൈഷാപരാരമജം ഭവതോ ജനുസ്യാൻ ജന്തോ യഥാത്മസൗതോ ജഗതസ്തദാവി സംസേവ്യാചോദരോ ദിവതേ പ്രസാദ സേവാനുരൂപമുദിയോരപരാവരത്വം ഏവം ജനം നിരവധിതം ഭഗവാദികൂപി കാമാഭികാമമനുയൂയ പ്രതപൻപ്രസംഗാ കൃത്വാത്മസാസുദർശിനാ ഭഗവൻ ഗൃഹീത സോഹം കദം ന വിശുചേതവ കൃത്യസേവാ മത്പാണരക്ഷണാനന്ദ വിലോപദസ്യ മന്യേശുദ്ധിർശിവക്ഷ്യമുക്തിം വാക്യം തം വിധാതും ഘട്ടം പ്രണിയേതവോ യദോദസത്തിൽസു കാമീശ്വരോ പരമരോഹദുഃഖം ഹരാ ഏകസ്ത്വമേവ ജഗതേര മുഷ്യതേ ത്വാ മാതരിതയോ ഭൃതകവസ്യസി മധ്യതശ്ച സൃഷ്ട്വാ വിനികരം നിജമായേഷം ജ്ഞാനേവ ദേവസിതത്തദനു പ്രവിഷ്ട ത്വമായം സദസദീശവസ്ഥഗമ്യോ മായായാത്മപരഭക്തിയം ഹ്യവർത്ത യദ്യസ്യ ജന്മദിനം തിരീക്ഷണം ച തദ്വേതനേവ സകാലവദസ്തിവർഗോ യസ്യോതമാത്മനി ജഗദ്ദിലയാം ഭുമധ്യേ ശേഷേന്മനാനി സുഖാനുഭവോ നിരീയ യോഗേന മീന ദൃഗാത്മനി ഭീതനിദ്ര സ്തുതിയേതോ ദുഃഖമോ ന ഗുണാംശയുഷ്യേ തസൈവ ദേവകൃതം നിജകാലശക്യ മന്യോയതപുരിധർമ്മണ അൽപബോധം അഭ്യസ്യാനന്ദസേനാവിരമൺ സമാധേ നാവിരോ സുമൃഗാവണമഹത്വം തത്സംഭവ കവിതോന്യത പശ്യമാന താം ബീജമാത്മനി തദം ജോഗിർവിചിന്യ നാവിന്ദ ദത്തത് സദമപ്സു നിമജ്ജമാനോ ജാതേ കുലേ തദമുഹോ വലഭതേ നിവേദ ബീജം താത്മയോനിരതി വിസ്മിത അസ്ഥിഗോത്രം കാലേനീവ തമസാ പരിശുദ്ധഭാവ തമാത്മനീശ ഭവിഗന്ധവിവാദസൂത്രം ഉദേവയാ സമേ വിദന്തദസ്യ ഏവം സഹസ്രവദനാം ശിരക്കരൂരു നാസാസകർണനയനാഭരണായുധാഢ്യം മായാമയം സതുപരിക്ഷിത സന്നിവേശം ദൃഷ്ട്വാ മഹാപുരുഷമാപമുദം വിരിഞ്ച തസ്മൈ ഭവാൻ ഹൈശിരത് സർവം ജഭിവ്രത് വേദദ്രുഹാവകുലോ മധുവൈഭവക്യോ അത്താനയശ്രീഗണാസ്തിരജസ്തമശ്ച സത്വം തവ പ്രേരമാം തനുമാമനന്യേ ഇത്തം ഹൃദി ഋഷി ദേവജാവതാരി ലോകാന്തിഭാവയശ്രംസി ജഗത് പ്രദീപാൻ ധർമ്മം മഹാപുത്രമാസി യുഗാനുവൃത്തം ചന്നക്കലോ യരുവവ ശ്രീഗോതതത്വം നൈജന്മനസ്വകസാസു വിഖണ്ഡനാഥ സംപ്രീയതേ ഗുരുർജമസാധു തീവ്രം രാമാനുജം ഹാർഷശോകപയേഷണാർത്ഥം തസ്മിൻ ഗതം ഭഗവതീം വിശാമി ദീന ജിഹ്വീകരോച്യുതശ്രുതി മാ വിവൃത്ത ശിഷ്ണോന്യതസ്തവകുദരം ശ്രവണം കുദശ്ചി പ്രാണോന്യതശ്ച ഫലദൃക് ക്വച കർമ്മശക്തി നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ ഓം തത്സത് പ്രഹ്ലാദസ്വാമിയാണ് പാരായണം ചെയ്തത്. നമുക്ക് വിഷ്ണു ഭജനം പാരായണം ചെയ്തിട്ട് ഇന്നത്തെ സപ്താഹം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ ഹരിശ്രീ ഗണപതേ നമഃ അവിഘ്നമസ്തുഭ്യോ നമഃ. ഓം തത്സത് ശ്രീകൃഷ്ണ ഭജനം. ഓം
വിദംശം വിദം നിർമ്മലം നിർവികൽപം നിരീകം നിരാകാരമോഹാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം തസ്മൈ നമസ്തേ. വിശുദ്ധം ശിവം ശാന്തമാത്യന്തഹീനം ജഗജ്ജീവനം ജ്യോതിരാനന്ദരൂപം അവിദ്വേഷകാലവ്യവച്ഛേദനീയം ത്രയീവർത്തിയം തസ്മൈ നമസ്തേ. മഹായോഗപീഠേ പരിഭ്രാജമാനേ ശരണ്യാദിതത്വാത്മനേ ശക്തിയുക്തേ ഗുണാവസ്കരേന്ദ്രഗ്നിബിംബേ സുമധ്യേ സമാസീനമോഹർണികഷ്ടാക്ഷരാബ്ദേ സമാനുദിതായേകസൂര്യേകോടി പ്രഭാപൂലതുല്യദ്ഭുതിർനിരീക്ഷ്യം നശീതജ്ഞോഷ്ണം സുവർണാവതാതം പ്രസന്നം സദാനന്ദസംവേശ്വരൂപം സുനാസാപുരം സുന്ദരപുനരാടം കിരീടോദിരാകുഞ്ചിരാസ്മിഗ്രയേശം സ്ഫുരൽകുണ്ടലാകാവിരാമായ രാജം സമുൽകുണ്ടരത്നാപ്രസൂനാവതത്സം ദശൽകുണ്ടലാവിഷ്ടഗന്ധസ്ഥലാന്തം ജപാരാഗചോരാവരം ചാരുഹാസം അഴിവ്യാകുരാണുമന്താരമാലം മഹോരസ്ഫുരൽകൊത്തുതോതാരഹാരം സുരത്നാഗദൈരിതം ബാഹുദണ്ഡേ ചതുർവിജ്ജനകങ്കണാലം കൃതാമേ ഉദാരോദരാലം പീതവസ്ത്രം പദംഗന്ധവിദൂരപത്മാഭിരാമം സമർത്തേഷു സന്ദർശിതാനാരമേവം സദാ ഭാവേ സന്നിർവേദയാശ പുരാപം നരൂയാതി സംസാരപാരം പരസ്മൈ പരേഭ്യോപി തസ്മൈ നമസ്തേ. ശ്രിയാശാകുംഭദ്യുവിസ്നിഗ്ധകാന്ത്യ ധരണ്യാജമുർവാദളശ്യാമളാംഗ്യ കളത്രത്രയേനാമുനാഘോഷിതായ ത്രിലോകീഗൃഹസ്ഥായ വിഷ്ണോ നമസ്തേ. ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സദ്മകൃത്യം ഭുവം ച സമസ്തം പരിത്യജ്യ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം വിരാമം. ശരീരം ചുഷാദീവഹാദീവതോ മേ വിരാമത്തിരിക്തം ച മാംസം വരം ച അഹോ ദേവ സീതാമി ദീനാനുകമ്പിൻ വിമര്യാമി ഹന്തത്വയോദാസിരമ്യം ശ്വാസമേകം വിടാമി സ്ഫുരൽ സംഭ്രമമാസ്തി ബന്ധം വിജിന്യാസംഖ്യാസഖ്യാമനസ്താം വിവേകി പ്രഭോ കിം കരോമി പ്രസീദ. ശരണ്യച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു മുരാരേ ഹരേ നാഥ നാരായണേതി യഥാ സ്മരിഷ്യാമി ഭക്ത്യാ ഭവന്തം തഥാ മേ ദയാശീലദേവ പ്രസീദ. കൃപാലോ ഹരേ കേശവാശേഷയേതോ ജഗന്നാഥ നാരായണാനന്ദ വിഷ്ണു നമസ്തുമായ നിത്യായ പന്തം മുദാമാം ഗുരു ശ്രീപദേ ത്വൽപദാംബോജ ഭക്തം. നമോ വിഷ്ണവേ വാസുദേവായ തുഭ്യം നമോ നാരസിംഹായ ശേഷായ തുഭ്യം നമസ്കാര രൂപായ സംഹാരകർത്രേ നമസ്തേ വരാഹായ ഭൂയോ നമസ്തേ. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ യഥാചക്രപാണി നമസ്തേ നമസ്തേ പ്രപന്നാപ്തിഹാരി സമസ്താപരാധം ക്ഷമസ്വാമിദേശ. മുഖേ മന്ദഹാസം നഖേ ചന്ദ്രഭാസം കരേ ചാരുചക്രം സുരേശാഭിവന്ദ്യം ഭുജംഗേ ശയാനം പദേ പത്മനാഭം ഹരേരന്യേവം നമന്യേ നമന്യേ. ഭുജംഗപ്രയാദം പടേത്യസ്തു ഭക്ത്യാ സമാധായ ചിത്തേ ഭവന്തം മുരാരേ. സമോഹം വിഹായ സുയുഷ്മൽ പ്രസാദാൻ സമാശ്രിത്യ യോഗം വദത്യച്യുതം ത്വാം സമാശ്രിത്യ യോഗം വദത്യച്യുതം ത്വാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സന്തോഷദായക കൃഷ്ണ
പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന പൂർണ്ണമിദം പൂർണ്ണാത് ശരണം മേ തവ ചരണയുഗം മൂഷികവാഹനമോദഗഹസ്തം ഗോവിന്ദ ഗോവിന്ദ. അദ്ദേഹത്തിൽ 4-5 അധ്യായം പാരായണം ചെയ്യാനും ശ്രീകൃഷ്ണ അവതാരത്തിലും ഉണ്ടായിരിക്കുന്നത്.